Father, we thank you, Lord, for 2024. പിതാവേ 2024 നന്ദി. You have been so good in our lives, Lord. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ നല്ലവനായിരുന്നു. We want to thank you, Lord, for your goodness. അങ്ങയുടെ നന്മയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. Thank you, Lord, for your goodness is awaiting for us in 2025. 2025 ഞങ്ങളെ കാത്തിരിക്കുന്ന അങ്ങയുടെ നന്മയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. Lord, we pray that we will continue in our total surrender. കർത്താവേ, ഞങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള വിധേയത്വത്തിൽ ഞങ്ങൾ തുടരുമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. And I pray, Lord, this word will resonate in our hearts today. അതോടൊപ്പം തന്നെ ഇന്ന് കേൾക്കുന്ന വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ അത് ആഴത്തിൽ ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. And we'll go home changed, Lord. കർത്താവേ, ഞങ്ങൾ ഭവനത്തിലേക്ക് പോകുമ്പോൾ മാറ്റത്തോടുകൂടെ മടങ്ങി പോകുവാൻ ഞങ്ങളെ സഹായിക്കണം. In Jesus' mighty name I pray. യേശുവിന്റെ ബലമുള്ള നാമത്തിൽ തന്നെ. Amen. ആമേൻ. As we are coming to a close of 2024, I want to thank God again for the wonderful year. 2024 അവസാനത്തിലേക്ക് നാം ആയിരിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട വർഷം നൽകിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. As Pastor John was saying, the message for 2024 was total surrender. 2024 ദൂത് പാസ്റ്റർ ജോൺ പറഞ്ഞതുപോലെ പൂർണ്ണമായിട്ടുള്ള വിധേയത്വമായിരുന്നു. And that touched many people's lives. അത് അനേകരുടെ ജീവിതത്തെ സ്പർശിച്ചു. And as we are entering 2025, നാം 2025 പ്രവേശിക്കുമ്പോൾ I believe God is calling us as a church ഞാൻ വിശ്വസിക്കുന്നു സഭയായ ദൈവം നമ്മെ വിളിക്കുന്നത് to a deeper faith. അത് ആഴത്തിലുള്ള ഒരു വിശ്വാസത്തിലേക്കാകും. With a message of only believe. വിശ്വസിക്കുക മാത്രം എന്നുള്ള ദൂതുമായി. Tell the person next to you, only believe. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, വിശ്വസിക്കുക മാത്രം. Tell the person you have no option but only believe. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല, വിശ്വസിക്കുക മാത്രം. This word or theme should resonate with us. ഈ വാക്ക് അല്ലെങ്കിൽ ഈ ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിൽ ആഴത്തിൽ ഇറങ്ങണം. That does not mean we forget total surrender. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടുള്ള വിധേയത്വം നാം മറക്കണമെന്നല്ല. A true life of surrender is incomplete without absolute trust. ഒരു യഥാർത്ഥത്തിൽ പൂർണ്ണമായി വിധേയപ്പെട്ടിരിക്കുന്ന ജീവിതം എന്ന് പറയുന്നത് സമ്പൂർണ്ണമായിട്ടുള്ള വിശ്വാസം ഇല്ലെങ്കിൽ അത് പൂർണ്ണമല്ല. While our total surrender continues, നമ്മുടെ പൂർണ്ണമായിട്ടുള്ള വിധേയത്വം അത് തുടരുമ്പോൾ തന്നെ God wants us to get into moments of deeper trust and faith. ദൈവത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ആഴത്തിലുള്ള വിശ്വാസത്തിലും ആശ്രയത്തിലേക്കും നാം പ്രവേശിക്കണമെന്നാണ്. A true life of surrender is incomplete without absolute trust. ഒരു യഥാർത്ഥത്തിലുള്ള ഒരു വിധേയത്വത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടുള്ള വിശ്വാസം ഇല്ലാതെ അത് പൂർത്തിയാകുന്നില്ല. Faith is not just an add-on. വിശ്വാസം എന്ന് പറയുന്നത് വെറുതെ ചില കാര്യങ്ങൾ ചേർക്കുക എന്നുള്ളതല്ല. Or tell the person next to you, faith is not just an add-on. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞാട്ടെ, വിശ്വാസം എന്നുള്ളത് വെറുതെ ചേർക്കുവാനുള്ളതല്ല. In fact, it is the very foundation of our walk with God. എന്നാൽ അത് ദൈവവുമായിട്ടുള്ള നമ്മുടെ നടപ്പിന്റെ അടിസ്ഥാനമാണ്. What does it mean by saying only believe? വിശ്വസിക്കുക മാത്രം എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? A true life of surrender requires absolute trust. ഒരു പൂർണ്ണമായിട്ടുള്ള വിധേയപ്പെടുന്നതായിട്ടുള്ള ജീവിതത്തിന് പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തിന്റെ ആവശ്യമുണ്ട്. And God wants us to operate in a faith that believes even in the most difficult moments. ദൈവത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഏറിയ പ്രയാസ ഘട്ടങ്ങളിലും നാം വിശ്വാസത്തിന്റെ ചുവടുകൾ എടുക്കണമെന്ന് തന്നെയാണ്. Today, when I look back on 2024, ഇന്ന് 2024 ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ I want to say that 2024 was one of the most challenging years in the last 10 years of my life. എന്റെ കഴിഞ്ഞ 10 വർഷ ജീവിതകാലത്തിലെ വളരെ നിർണായകമായിട്ടുള്ള പ്രതികൂലങ്ങൾ നിറഞ്ഞ ഏറ്റവും വലിയ വർഷമായിരുന്നു 2024. While I thought some people left my life and went away, ഞാൻ ചിന്തിക്കുമ്പോൾ ചില വ്യക്തികൾ എന്റെ ജീവിതം വിട്ടുപോയപ്പോൾ and I had that pain deep down in my heart, അതിന്റെ വേദന എന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ ഉണ്ടായിരുന്നപ്പോൾ, but then some people texted me, say today how you know how and how there was a difference made into their lives. എന്നാൽ ഇന്ന് അല്ലെങ്കിൽ അതിന്റെ ഇടയ്ക്ക് ചില വ്യക്തികൾ ഇപ്രകാരം പറയുകയായിരുന്നു, എത്രമാത്രം ദൈവം ചില വ്യക്തികളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കുവാൻ എന്നെ ഉപയോഗിച്ചു എന്നുള്ളത്. Even in the difficult moments, God wants us to be fruitful. പ്രയാസ ഘട്ടങ്ങളിൽ നാം ഫലം കായ്ക്കുന്നവരാകണമെന്ന് നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. He wants us to lead us to glory. ദൈവത്തിന്റെ ആഗ്രഹം നമ്മെ മഹത്വത്തിലേക്ക് നയിക്കണമെന്നാകുന്നു. You know, faith is not doing what you feel. നിങ്ങൾക്കറിയാമോ, തോന്നുന്നത് ചെയ്യുക എന്നുള്ളതല്ല വിശ്വാസം. It is not doing what you think is the best option. അല്ലെങ്കിൽ ഏറ്റവും നല്ലതായിട്ടുള്ള ഓപ്ഷൻ ഏതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് ചെയ്യുക എന്നുള്ളതല്ല വിശ്വാസം. Faith is beyond our best option. എന്നാൽ വിശ്വാസം എന്നുള്ളത് നമ്മുടെ ഏറ്റവും മികച്ച ഓപ്ഷനേക്കാൾ അപ്പുറമായിട്ടുള്ളതാകുന്നു. Faith is beyond what we feel. നമുക്ക് തോന്നുന്നതിനേക്കാൾ അപ്പുറമുള്ളതാകുന്നു വിശ്വാസം. For some people, faith is the last option. ചിലരുടെ എന്ന് പറയുന്നത് വിശ്വാസം ഏറ്റവും ഒടുവിലത്തെ ഓപ്ഷനാണ്. Well, faith is not based on feelings. വിശ്വാസം എന്ന് പറയുന്നത് തോന്നലിന്റെ അടിസ്ഥാനത്തിലല്ല. Because our feelings can fluctuate. കാരണം നമ്മുടെ തോന്നലുകൾ മാറിക്കൊണ്ടിരിക്കാം. And our option, our logic can change.
നമ്മുടെ ചിന്താരീതികൾ, നമ്മുടെ യുക്തി, നമ്മുടെ ഓപ്ഷൻസ് ഇതെല്ലാം മാറുവാനും കഴിയും. What seems logically right today could be logically wrong tomorrow. ഒരുപക്ഷെ നമ്മൾ യുക്തിപരമായി ചിന്തിച്ച് ഇന്ന് ശരിയെന്ന് തോന്നുന്ന കാര്യം നാളെ ഒരുപക്ഷെ അങ്ങനെ തോന്നുകയില്ലായിരിക്കും. Your logic or your options often fails to grasp the higher realities of faith. ഒരുപക്ഷെ നിങ്ങളുടേതായുള്ള ആ യുക്തി അല്ലെങ്കിൽ യുക്തി കാരണം ചിന്തിച്ച കാര്യങ്ങളെല്ലാം വിശ്വാസത്തിന്റെ ഉപരിമണ്ഡലത്തെ തട്ടുവാനായിട്ട് അതിന് കഴിയുകയില്ല. Now I'm not saying your options or logic and feelings is irrelevant. ഞാൻ ഒരിക്കലും പറയുന്നില്ല നിങ്ങളുടെ യുക്തി, നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ തോന്നലുകൾ അതിലൊന്നും യാതൊരു കാര്യമില്ല എന്ന് ഞാൻ പറയുന്നില്ല. But I want to say that faith is a higher reality. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, വിശ്വാസം എന്ന് പറയുന്നത് അതിലും മേലായിട്ടുള്ള ഒരു സത്യമാകുന്നു. That while options and while feelings can be facts, നമ്മുടെ യുക്തി കാരണം അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ അല്ലെങ്കിൽ തോന്നലുകൾ എന്ന് പറയുന്നത് വസ്തുതകളാകാം. faith is a higher reality. എന്നാൽ വിശ്വാസം എന്ന് പറയുന്നത് ഉന്നതമായിട്ടുള്ള ഒരു Say to യാഥാർത്ഥ്യമാണ്. the person next to you, faith is a higher reality. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, വിശ്വാസം എന്നുള്ളത് ഉന്നതമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാകുന്നു. Hallelujah. ഹല്ലേലൂയ. Hallelujah. Hallelujah. It is not based on feelings. അത് തോന്നലുകളുടെ അടിസ്ഥാനത്തിലല്ല. Few years back I was invited by somebody to pray. അല്പ വർഷങ്ങൾക്ക് മുമ്പാകെ ഒരു വ്യക്തിയെ പ്രാർത്ഥിക്കുവാനായിട്ട് ഞാൻ വിളിച്ചു. And the person called me. ഒരു വ്യക്തി എന്നെ പ്രാർത്ഥിക്കുവാനായിട്ട് വിളിച്ചു. I went to the person's home. ഞാൻ ആ വ്യക്തിയുടെ ഭവനത്തിൽ And ചെന്നു. he had kidney stone. അദ്ദേഹത്തിന് വൃക്കയിൽ കല്ലുകൾ ഉണ്ടായിരുന്നു. And I prayed for him. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. I came home and I told my wife, I didn't feel something. ഞാൻ ഭവനത്തിൽ വന്ന് ഞാൻ എൻ്റെ ഭാര്യയോട് പറയുകയാണ്, ഞാൻ ഒന്നും അങ്ങനെ കണ്ടില്ല, I didn't feel. ഒന്നും എനിക്ക് തോന്നിയില്ല. I didn't feel there was a healing. ഒരു സൗഖ്യം നടന്നതുപോലെ എനിക്ക് തോന്നിയില്ല. I didn't feel that God moved. ദൈവം ചലിച്ചതുപോലെ എനിക്ക് തോന്നിയില്ല. When we pray, we want something to happen. നമുക്കറിയാമോ, ഒരുപക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ നടക്കണമെന്ന് നമുക്ക് If you താല്പര്യമുണ്ട്. are a prayer warrior, you know that some prayers, ഇളക്കി മറിക്കുന്ന prayer is there. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാകുന്നുവെങ്കിൽ ചില പ്രാർത്ഥനകൾ നമ്മൾ ഇങ്ങനെ ഇളക്കി മറിക്കുന്ന But പ്രാർത്ഥനയുണ്ട്. that prayer had no feelings. എന്നാൽ ആ പ്രാർത്ഥന കഴിയുമ്പോഴത്തേക്കും അതിന് തോന്നലുകളൊന്നുമില്ല. But the next day he texted me. അടുത്ത ദിവസം അദ്ദേഹം എന്നെ ടെക്സ്റ്റ് ചെയ്യുകയാണ്. He went to the hospital. അദ്ദേഹം ആശുപത്രിയിൽ ചെന്നപ്പോൾ I took the test. ആ ടെസ്റ്റ് എടുത്തപ്പോൾ And the doctor said there was no kidney stone. അവിടെ ഡോക്ടർ പറയുകയാണ്, ഇപ്പോൾ വൃക്കയിൽ കല്ലുകളൊന്നുമില്ല. God is not based on your feelings. ദൈവം നമ്മുടെ തോന്നലുകളുടെ അടിസ്ഥാനത്തിലല്ല ആയിരിക്കുന്നത്. When I was studying in Coimbatore, ഞാൻ കോയമ്പത്തൂരിൽ പഠിക്കുമ്പോൾ we used to go to a mess. ഞങ്ങൾ ഒരു മെസ്സിൽ പോകുമായിരുന്നു. And that person there was a Malayali. ആ വ്യക്തി ഒരു മലയാളിയായിരുന്നു. And he used to cook good food. അദ്ദേഹം നല്ല ഭക്ഷണം പാചകം ചെയ്യുമായിരുന്നു. 3 to 4 years back, 3-4 വർഷങ്ങൾക്ക് മുമ്പാകെ I'm getting a call from my friends. എനിക്ക് എൻ്റെ സുഹൃത്തിൽ നിന്ന് ഒരു കോൾ വരികയാണ്. And saying that this person's son got in an accident in Dubai. ഈ വ്യക്തിയുടേതായുള്ള മകൻ ദുബായിൽ ഒരു ആക്സിഡന്റിൽ പെട്ടു. And my friends, unbelievers, they told me, can you pray? അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ, അവർ വിശ്വാസത്തിൽ ഇതുവരെ വന്നിട്ടില്ല, അവരോട് ചോദിക്കുകയാണ്, താങ്കൾക്ക് പ്രാർത്ഥിക്കാമോ? And I am in the midst of Srigaryam Junction and the phone is on the car speaker. അപ്പോൾ ഞാൻ ശ്രീകാര്യം ജംഗ്ഷന്റെ നടുവിലാണ്. ആ സമയത്ത് ഫോൺ ആണെങ്കിൽ അത് കാർ സ്പീക്കറിലാണ് സംസാരിക്കുന്നത്. Full of vehicles from 4 sides. എല്ലാ വശത്തും വാഹനങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. And it was I couldn't concentrate and pray. എനിക്ക് അങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിച്ചൊന്നും പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ല. And I just prayed a simple prayer. ഞാൻ വളരെ ലളിതമായിട്ട് പ്രാർത്ഥിച്ചു. I just prayed, Lord, heal him. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ ആ വ്യക്തിയെ സൗഖ്യമാക്കണമേ. The state was that he had an accident and his skull was removed. അതേ വ്യക്തിയുടെ തന്നെ ആ ആക്സിഡന്റ് നടന്ന് തന്റെ തലയോട്ടി അത് മാറ്റി വെക്കുകയാണ്. Correct. And I prayed. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ and I was thinking, God, I didn't pray enough. It was a simple prayer for this kind of healing. I need to pray more. ഞാൻ ചിന്തിച്ചു, അതായത് ഇതുപോലൊരു സൗഖ്യം നടക്കാനായിട്ട് ഒരു ചെറിയ അല്ലെങ്കിൽ ലളിതമായിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് നടക്കുമോ? But I realized something happened after that simple prayer. എന്നാൽ ഞാൻ മനസ്സിലാക്കിയത് ഈ ലളിതമായിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം എന്തോ ചില കാര്യങ്ങൾ നടന്നിരിക്കുന്നു. In my simple prayer after that, I just sensed God moving something. ഈ ലളിതമായിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം കർത്താവ് ചില കാര്യങ്ങളെ മാറ്റുന്നത് പോലെ ഞാൻ അനുഭവിച്ചു. I heard the voice message of the brother of the son talking to the doctor. ആ ഡോക്ടറിനോട് ആ സഹോദരന്റെ മകൻ സംസാരിക്കുന്നത് ഞാൻ ആ വോയിസ് മെസ്സേജ് കേൾക്കുകയാണ്. And the doctor said there is no hope for your father. അവിടെ ആ ഡോക്ടർ ആ വ്യക്തിയോട് പറയുകയാണ്, നിന്റെ പിതാവിനെ കുറിച്ച് ഇനി നമുക്കൊന്നും ആശിക്കാനില്ല. In fact, you want to take him back to Kerala, you can do that. നിനക്ക് അദ്ദേഹത്തെ തിരിച്ച് കേരളത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോയിക്കൊള്ളുക. Doctor had no hope. ഡോക്ടറിന് യാതൊരു പ്രത്യാശയുമില്ല. And even I prayed, I don't know if I had hope. എന്നാൽ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്കും അറിയുകയില്ല വല്ല വിശ്വാസമോ അല്ലെങ്കിൽ പ്രത്യാശയും ഉണ്ടായിരുന്നു എന്നുള്ളത്.
കണ്ടിട്ടുള്ളത്. But when I prayed, I sensed God moving. എന്നാൽ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ചലിക്കുന്നത് എനിക്ക് മനസ്സിലായി. The next day I get a text. അടുത്ത ദിവസം എനിക്ക് ഒരു മെസ്സേജ് ലഭിക്കുകയാണ്. One of my friends said that he has recovered much. അടുത്ത എൻ്റെ ഒരു സുഹൃത്ത് പറയുകയാണ്, ആ വ്യക്തി ഇപ്പോൾ തന്റെ ആരോഗ്യം അത് ബെറ്റർ ആയിരിക്കുന്നു. His skull was kept back. തന്റെ തലയോട്ടി തിരിച്ചു വെച്ചു. And within 2 days he came back to Kerala. 2 ദിവസത്തിന് ശേഷം അദ്ദേഹം കേരളത്തിലേക്ക് വരികയുണ്ടായി. I never saw the person. ഞാൻ ആ വ്യക്തിയെ ഇതുവരെ കണ്ടിട്ടില്ല. I didn't speak to him on the phone. അദ്ദേഹത്തോട് ഞാൻ ഫോണിൽ സംസാരിച്ചിട്ട് പോലുമില്ല. In a small place in Kerala and he was in Dubai. അദ്ദേഹം ദുബായിലായിരുന്നു, ഞാൻ കേരളത്തിലെ ഈ സ്ഥലത്തുമായിരുന്നു. Faith is not based on logic or feelings. അതായത് നമ്മുടെ തോന്നലുകളുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ യുക്തിയുടെ അടിസ്ഥാനത്തിലോ അല്ല വിശ്വാസം. Faith is based on a higher reality that God can do the impossible. വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്നുള്ള ഉപരിതലത്തിലുള്ള സത്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. Tell the person next to you, God can do the impossible. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞാട്ടെ, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. God can do the impossible for you in 2025. 2025 നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന് അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ല. Tell yourself. നിങ്ങളോട് തന്നെ പറഞ്ഞു. That is a prophetic declaration. അത് ഒരു പ്രവചനാത്മകമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ്. God can do the impossible in 2025. 2025 ദൈവത്തിന് അസാധ്യമെന്ന് എണ്ണിയിരിക്കുന്നത് എന്ത് വേണമെങ്കിലും ചെയ്യുവാൻ കഴിയും. Starting from right now. ഇപ്പോൾ തൊട്ട് He can do the impossible. ദൈവത്തിന് ആ കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ കഴിയും. Don't attach feelings and logic and your previous experiences. നിങ്ങളുടെ പഴയ അനുഭവങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ തോന്നലുകളോ നിങ്ങളുടെ ചിന്തകളോ ഒന്നും വിശ്വാസത്തോട് വെറുതെ ചേർത്ത് വെക്കരുത്. In Mark chapter 5, മർക്കോസിന്റെ സുവിശേഷം verse 21 to 43. Verse 21 to 43. 5-ാം അധ്യായത്തിന്റെ 21 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ. The Bible says Jesus had crossed over by a boat to the other side and there was a great multitude. യേശു വീണ്ടും പടകിൽ കയറി ഇക്കരെ കടന്നു കടലിനരികെ ഇരിക്കുമ്പോൾ വലിയ പുരുഷാരം അവന്റെ അടുക്കൽ വന്നുകൂടി. Verse 22 says, one of the rulers of synagogue came, Jairus by name. When he saw him, he fell at his feet and he begged him earnestly, saying, my little daughter lies at the point of death. Come and lay your hands that she may be healed and she will live. 22-ാമത്തെ വാക്യം പറയുന്ന, പള്ളി പ്രമാണികളിൽ യായിറോസ് എന്ന പേരുള്ള ഒരുത്തൻ വന്ന് അവനെ കണ്ട് കാൽക്കൽ വീണ്, എന്റെ കുഞ്ഞുമകൾ അത്യാസന്നത്തിൽ ഇരിക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ കൈവെക്കണമേ എന്ന് വളരെ അപേക്ഷിച്ചു. Here is a father who is desperate for the daughter's healing. ഇവിടെ പിതാവ് തന്റെ മകളുടെ സൗഖ്യത്തിന് വേണ്ടി ഏറെ പരവേശപ്പെട്ടിരിക്കുന്നു. The daughter is dying, the father is a ruler. ആ പിതാവ് എന്ന് പറയുന്നത് അവിടുത്തെ ഒരു പ്രമാണിയാണ്, എന്നാൽ മകൾ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. But begging Jesus to come and heal his daughter. എന്നാൽ യേശുവിനോട് വളരെ അപേക്ഷിക്കുകയാണ് തന്റെ മകളെ സൗഖ്യപ്പെടുത്തുവാൻ. What was his faith? He knows that if Jesus comes and lays hands on her, the child will be healed. തന്റെ വിശ്വാസം എന്തായിരുന്നു? യേശു വന്ന് യേശുവിന്റെ കരം തന്റെ മകളുടെ മേൽ വെച്ചാൽ തന്റെ മകൾ ജീവിക്കും അല്ലെങ്കിൽ സൗഖ്യപ്പെടുമെന്ന് അവൻ വിശ്വസിച്ചു. Verse 25 to 35. 25 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ While പറയുന്നു, Jesus is on the way to heal the child, there is a woman with an issue of blood. യേശു ആ സ്ത്രീയെ അല്ലെങ്കിൽ ആ മകളെ സൗഖ്യമാക്കുവാൻ പോകുന്ന വഴിക്ക് രക്തസ്രാവത്തിന്റെ പ്രശ്നമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. By faith she touched the hem of his garment. വിശ്വാസത്താൽ ആ സ്ത്രീ യേശുവിന്റേതായിട്ടുള്ള വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊടുകയാണ്. And while Jesus tells the woman that your faith has made well, യേശു പറയുകയാണ്, സ്ത്രീയെ നിന്റെ വിശ്വാസത്തിൽ നിന്നെ സൗഖ്യപ്പെടുത്തിയിരിക്കുന്നു പറഞ്ഞപ്പോൾ, the bad news comes for Jairus saying that his daughter had died. അവിടെ യായിറോസിന് അവിടെ ഒരു ദുർവർത്തമാനം ലഭിക്കുകയാണ്, അതായത് തന്റെ മകൾ മരിച്ചു പോയിരിക്കുന്നു. There can be some news that can make us fearful. ചില വാർത്തകൾ എന്ന് പറയുന്നത് നമുക്ക് ഭയം കൊണ്ടുവരുന്ന വാർത്തകളായിരിക്കാം. Some news, some words, some reports can make us fearful. ചില വസ്തുതകൾ, ചില വാക്കുകൾ, ചില വാർത്തകൾ നമുക്ക് ഭയമുണ്ടാക്കുവാൻ കഴിയുന്നതാണ്. And one of the antidotes for fear is to believe. എന്നാൽ ഭയത്തിൻ്റെതായിട്ടുള്ള മറുമരുന്ന് എന്ന് പറയുന്നത് വിശ്വസിക്കുക എന്നുള്ളതാണ്. Look at verse 36. 36-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. The Bible says, as soon as Jesus heard the word that was spoken, he said to the ruler of the synagogue, do not be afraid, only believe. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളി പ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. Jesus immediately said, do not be afraid, only believe. യേശു ഉടനെ തന്നെ പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. Believe in whom? Believe in what God can do. എന്തിൽ വിശ്വസിക്കണം? അതായത് ദൈവത്തിന് ചെയ്യുവാൻ കഴിയുന്നതിൽ വിശ്വസിക്കുക. Belief is an action, it is a choice. വിശ്വസിക്കുക എന്ന് പറയുന്നത് അതൊരു പ്രവൃത്തിയാണ്, അതൊരു തിരഞ്ഞെടുപ്പാണ്. It is more than an intellectual assent. അത് ഒരു യുക്തിപരമായിട്ടുള്ള സമ്മതത്തിനേക്കാൾ എത്രയോ ഉന്നതമായിട്ടുള്ള കാര്യമാണ്. Belief is active trust.
വിശ്വസിക്കുക An എന്ന് active trust. പറയുന്നത് സജീവമായിട്ടുള്ള ആശ്രയിക്കുക അല്ലെങ്കിൽ വിശ്വസിക്കുക എന്നുള്ള കാര്യമാണ്. It is holding on to his promise. അത് തന്റേതായിട്ടുള്ള വാഗ്ദത്തത്തെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. Even when the circumstance tells otherwise. എത്രമാത്രം സാഹചര്യങ്ങൾ മാറിപ്പോയാലും ശരി. Listen, fear tells us God has forgotten me. ഈ ഭയം എന്താണ് നമ്മോട് പറയുന്നത്? ദൈവം നിന്നെ മറഞ്ഞു കളഞ്ഞിരിക്കുന്നു. But faith said God has got me. എന്നാൽ വിശ്വാസം എന്താ പറയുന്നത്? ദൈവം നിന്നെ പരിപാലിക്കും. Jesus said the child is not dead but sleeping. യേശു പറയുകയാണ് ബാല അല്ലെങ്കിൽ മരിച്ചിട്ടില്ല, കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുന്നു അത്ര എന്ന് പറയുകയാണ്. Was Jesus ignoring reality? യേശുവിന് ആ യാഥാർത്ഥ്യം അറിയാതിരുന്നിട്ടാണോ? No, the child was dead is a fact. ആ കുഞ്ഞ് മരിച്ചു പോയിരിക്കുന്നു എന്നുള്ളത് വസ്തുത തന്നെയാണ്. But that's not the whole truth. എന്നാൽ അതല്ല പരമമായിട്ടുള്ള സത്യം. Facts are different from truth. വസ്തുത എന്ന് പറയുന്നത് സത്യത്തിൽ നിന്നും വിരുദ്ധമാണ് അല്ലെങ്കിൽ വ്യത്യസ്തമാണ്. Facts can change. വസ്തുതകൾക്ക് മാറുവാൻ കഴിയും. But truth is God's word. എന്നാൽ സത്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. Truth is different from the fact. സത്യം എന്ന് പറയുന്നത് വസ്തുതകളിൽ നിന്ന് വ്യത്യസ്തമാണ്. Jesus operated from a higher reality. യേശുവാണെങ്കിലോ ഉന്നതമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. The higher reality is God's promises. ആ ഉന്നതമായിട്ടുള്ള യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടാകുന്നു ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ വരുന്നത്. The lower realities, the realities of the world. ഈ താഴ്ചയുള്ള യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഭൂമിയുടേതായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. See, true faith is not the absence or avoiding challenges. സത്യമായിട്ടുള്ള വിശ്വാസം എന്ന് പറയുന്നത് പ്രശ്നങ്ങളില്ലായ്മയോ അല്ലെങ്കിൽ പ്രതിസന്ധികൾ വരുമ്പോൾ അതിനെ മാറിപ്പോവുക എന്നുള്ളതല്ല. True faith is revealed when there is a courage to trust God through challenges. സത്യമായിട്ടുള്ള വിശ്വാസം അത് വെളിപ്പെടുന്നത് പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ അതിനെ ഫേസ് ചെയ്യുവാനായിട്ടുള്ള ചങ്കൂറ്റത്തോടെ നാം മുന്നേറുമ്പോഴാണ്. Let's look at the aspect of fear versus faith. നമുക്ക് ഈ ഒരു കാര്യം നമുക്ക് പഠിക്കാം, എപ്രകാരം ഭയവും അല്ലെങ്കിൽ വിശ്വാസവും താരതമ്യം ചെയ്യുന്നത്. All of us have a spiritual battle. It's a battle. One side is fear, the other side is faith. നാം എല്ലാവർക്കും ഇപ്രകാരമുള്ള ഒരു യുദ്ധമുണ്ട്. അതിന്റെ ഒരു വശത്ത് ഭയമാണ്, മറുവശത്ത് വിശ്വാസമാണ്. They are two opposite forces. അത് പരസ്പര വിരുദ്ധമായിട്ടുള്ള ശക്തികളാണ്. There is no situation where you have no fears. ഭയമില്ലാത്തതായിട്ടുള്ള യാതൊരു സാഹചര്യവുമില്ല. You cannot avoid fears. നിങ്ങൾക്ക് ഭയത്തെ ഒഴിവാക്കാൻ But കഴിയില്ല. you can choose if you want to live in fear. എന്നാൽ ഭയത്തിൽ ജീവിക്കണമോ ഇല്ലയോ എന്നുള്ള തിരഞ്ഞെടുപ്പ് നിങ്ങളുടേതാണ്. I want to tell some truths about fear and faith. ഭയത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചുമുള്ള ചില സത്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. Fear exaggerates challenges. ഭയം എന്ന് പറയുന്നത് ഈ പ്രതിസന്ധികളെ എല്ലാം പെരുപ്പിച്ചു കാണിക്കും. Faith magnifies God. ഫെയ്ത്ത് അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറയുന്നതോ ദൈവത്തെ പെരുപ്പിച്ചു കാണിക്കും. In the book of Numbers, when Moses sends a spies out to Egypt, സംഖ്യാപുസ്തകത്തിൽ മോശ ചാരന്മാരെ അപ്രകാരം വാഗ്ദത്ത ദേശം നോക്കാനായിട്ട് വിടുമ്പോൾ they come and give back a report. അവർ വന്ന് അവിടുത്തെ കാര്യങ്ങളെല്ലാം വിവരിക്കുകയാണ്. They say all the people are huge. അവർ പറയുകയാണ് അവിടെയുള്ള സകല വ്യക്തികളും വലിയ വ്യക്തികളാണ്. Let's examine. I'm not taking the scripture right now. ഞാനിപ്പോൾ ആ വചനം എടുക്കുന്നില്ല. But is it very true that all the people are huge? എല്ലാവരും വലിയ വ്യക്തികളാണെന്നുള്ളത് സത്യമാണ്. It is an exaggerated report. അത് പെരുപ്പിച്ചു പറയുന്നതായിട്ടുള്ള വസ്തുതയാണ്. Because the land will have babies at least. കാരണം ഏറ്റവും കുറഞ്ഞത് ആ ദേശത്ത് കുറച്ച് കുഞ്ഞുങ്ങളെങ്കിലും കാണും. Look how fear exaggerates challenges. എത്രമാത്രം ഭയം കാര്യങ്ങളെ പെരുപ്പിച്ച് വലുതാക്കി കാണിക്കുമെന്നുള്ളത് ചിന്തിച്ചാൽ Faith magnifies God. വിശ്വാസമാണെങ്കിലോ അത് ദൈവത്തെ ഉയർത്തും. Fear believes lies. ഭയം എന്ന് പറയുന്നത് നുണയെ വിശ്വസിക്കും. Faith embraces truth. എന്നാൽ വിശ്വാസം എന്ന് പറയുന്നത് സത്യത്തെ ആലിംഗനം ചെയ്യും. Listen to me. Fear creates a poor self-image. എന്നെ ശ്രദ്ധിച്ചാട്ടെ, ഭയം എന്ന് പറയുന്നത് സ്വയമായിട്ടുള്ള കാര്യത്തെ അത് തകർക്കുവാൻ ശ്രമിക്കും. If you're having a poor self-image, നിങ്ങൾക്ക് വളരെ മോശമായിട്ടുള്ള ചിന്തയാകുന്നു നിങ്ങളെ കുറിച്ചുള്ളതെങ്കിൽ, and then I want to suspect that there is something to do with fear. ഞാൻ നിങ്ങളോട് പറയട്ടെ, അവിടെ ഭയത്തിന്റെ എന്തോ ഒരു സ്വാധീനമുണ്ട്. Faith makes you a conqueror and more than a conqueror. എന്നാൽ വിശ്വാസമാണെങ്കിലോ നിങ്ങളെ ഒരു വലിയ ജയാളിയായി മാറ്റുന്നു. Tell the person next to you, you are called to be a conqueror. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, നിങ്ങൾ ഒരു ജയാളിയാകുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. Hallelujah. Hallelujah. I want to tell you one common thing between fear and faith. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ഭയവും വിശ്വാസവും തമ്മിലുള്ള പൊതുവായിട്ടുള്ള കാര്യം പറയട്ടെ. Both are contagious. രണ്ടും പരക്കുന്നതാണ്. If you are fearful, it is possible to spread that culture around. നിങ്ങൾ ഭയപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ആ സംസ്കാരം പരക്കുന്ന അല്ലെങ്കിൽ പരക്കുവാൻ കാരണമാകുന്ന വ്യക്തിയാണ്. If you are full of faith, then you can be a person who imparts faith to others. നിങ്ങൾ വിശ്വാസം നിറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് വിശ്വാസം പകരുന്ന ഒരു വ്യക്തിയാകുവാൻ നിങ്ങൾക്ക് കഴിയും. I heard something like this. ഒരു വ്യക്തി ഇങ്ങനെ ഞാൻ കേൾക്കുകയാണ്, if you allow fear to control you, നിങ്ങൾ ഭയത്തെ നിങ്ങളെ നിയന്ത്രിക്കാൻ അനുവദിച്ചാൽ, the best that God can give you will be forgotten.
നിങ്ങൾക്ക് ദൈവം തരാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും മികച്ചത് പോലും മറന്നുപോകും. Because people of Israel, they were afraid in the wilderness. കാരണം ദൈവമക്കളാകുന്ന അല്ലെങ്കിൽ ഇസ്രായേല്യർ അവർ മരുഭൂമിയിൽ അവർ കാര്യങ്ങൾ മറന്നു പോവുകയാണ്. They forgot the promised land. അവർ ഈ വാഗ്ദത്ത ദേശത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ മറന്നു And പോവുകയാണ്. they wanted to go back. അവർക്ക് മടങ്ങി പോകണം. That's what fear can do to you. അതാകുന്നു ഭയത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ കഴിയുന്നത്. The best that God can give you, you will forget it. ദൈവത്തിന് നിങ്ങൾക്ക് നൽകുവാൻ കഴിയുന്ന മികച്ചത് നിങ്ങൾ മറന്നു പോകുവാൻ കാരണമാകും. Because you will become fearful of the future. കാരണം നിങ്ങൾ ഭാവിയെക്കുറിച്ചുള്ള ഭയത്തിന് അടിപ്പെട്ടിരിക്കുകയാണ്. But the Bible says Abraham by faith and patience inherited the promises of God. തിരുവചനം പറയുന്നത് അബ്രഹാം വിശ്വാസത്താലും അതോടൊപ്പം തന്നെ ക്ഷമയാലും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ പ്രാപിച്ചു എന്ന് പറയുന്നു. If you possess faith, നിങ്ങൾ വിശ്വാസമുള്ളവരാകുന്നുവെങ്കിൽ you can get hold of the very best that God has for you. ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതിയിരിക്കുന്ന ഏറ്റവും മികച്ചതിനെ പ്രാപിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. Hallelujah. Hallelujah. Because Abraham by faith and patience inherited the promises of God. കാരണം അബ്രഹാം ആണെങ്കിലോ വിശ്വാസത്താലും ക്ഷമയാലും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ പ്രാപിച്ചു എന്ന് പറയുകയാണ്. Listen to me, if you live in fear, the worst is going to come. നിങ്ങൾ ഭയത്തിൽ ജീവിച്ചാൽ ഏറ്റവും മോശമായിട്ടുള്ളതാണ് വരാൻ പോകുന്നത്. Because the fear is the enemy's playground. കാരണം ഈ ഭയം എന്ന് പറയുന്നത് പിശാച് ഏറെ ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള ഒരു മൈതാനമാണ്. If you live in faith, നിങ്ങൾ വിശ്വാസത്തിൽ ജീവിച്ചാലോ I want to tell you a good news, the best is yet to come. ഞാൻ നിങ്ങളോട് പറയട്ടെ ഏറ്റവും മികച്ചത് വരുവാനിരിക്കുന്നു. Tell the person next to you, the best is yet to come. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞാട്ടെ ഏറ്റവും മികച്ചത് വരുവാനിരിക്കുന്നു. The best is yet to come in 2025. 2025 ഏറ്റവും മികച്ചത് വരുവാനിരിക്കുന്നു. Come on, tell two people, the best is yet to come. രണ്ടുപേരോടെങ്കിലും പറഞ്ഞാട്ടെ ഏറ്റവും മികച്ചത് വരുവാനിരിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. Fear makes us forget what God has done for us. ദൈവം നമുക്ക് വേണ്ടി ചെയ്തത് ഭയം നമ്മെ മറക്കുവാൻ കാരണമാകും. With fear we speak lifeless and negative things. നാം ഭയമുള്ളപ്പോൾ പലപ്പോഴും ജീവനില്ലാത്തതും നിഷേധാത്മകമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കും. Faith causes us to remember what God has done in the past. എന്നാൽ വിശ്വാസമാണെങ്കിലോ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം എനിക്ക് വേണ്ടി ചെയ്തതിനെ ഓർപ്പിക്കുവാൻ കാരണമാകും. Faith makes us confess the promises of God. വിശ്വാസമാണെങ്കിലോ ദൈവത്തിൻ്റെതായിട്ടുള്ള വാഗ്ദത്തങ്ങളെ അത് വീണ്ടും പ്രഖ്യാപിക്കുവാൻ സഹായിക്കുന്നു. Listen to me, tell me the kind of speech that you make. I'll tell you if you are a fearful or a full of faith. എന്നെ ശ്രദ്ധിച്ചാട്ട് നിങ്ങളുടെ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് പറയുവാൻ കഴിയും നിങ്ങൾ ഭയമുള്ള വ്യക്തിയാണോ അതോ വിശ്വാസമുള്ള വ്യക്തിയാണോ Both എന്നുള്ളത്. fear and faith has the potential to grow. വിശ്വാസത്തിനാണെങ്കിലും ശരി ഭയത്തിനാണെങ്കിലും ശരി വളരുവാനുള്ള സാധ്യതകളുണ്ട്. It depends on what you choose to feed. ഏതിനെ നിങ്ങൾ ഭക്ഷണം നൽകുന്നു എന്നുള്ളതിനെ ആസ്പദമാക്കിയിരിക്കും. The olives are crushed to make olive oil. നിങ്ങൾക്കറിയാമോ ഒലിവ് ചതച്ചിട്ടാണ് ഒലിവെണ്ണ ഉണ്ടാക്കുന്നത്. When we go through difficult circumstance and that presses us, what comes outside defines who you are. നാം പലപ്പോഴും പ്രയാസഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് നമ്മളെ ചതയ്ക്കുന്നു. എന്ത് പുറത്തു വരുന്നുവോ അതാകുന്നു നാം ആകുന്നത്. Does faith come out or does fear come out? ഭയമാണോ പുറത്തു വരുന്നത് അതോ വിശ്വാസമാണോ പുറത്തു വരുന്നത്? Well, if fear comes out, do not be fearful but cast out the fear. ഭയം പുറത്തു വരുമ്പോൾ നിങ്ങൾ ഭയപ്പെട്ട് നിൽക്കാതെ അതിനെ ഓടിച്ചു കളയുക. When fear comes out, we need to learn to handle fear. ഭയം പുറത്തു വരുമ്പോൾ നാം അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് അറിവുള്ളവരായിരിക്കും. And I want to tell you a key. ഞാൻ നിങ്ങൾക്ക് അതിനായിട്ടൊരു താൽക്കോൽ നൽകുകയാണ്. You can negate your fear with faith. നിങ്ങൾക്ക് വിശ്വാസത്താൽ നിങ്ങളുടെ ഭയത്തിനെ തകർക്കുവാൻ കഴിയും. God wants you to negate fear with faith that comes from the word of God, from the presence of God. ദൈവവചനത്തിൽ നിന്നും ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നും വരുന്ന വിശ്വാസത്താൽ ഭയത്തെ തകർക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് The ആഗ്രഹിക്കുന്നു. devil wants to do the opposite. He wants to negate your faith with fear. പിശാചിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളുടെ വിശ്വാസത്തെ ഭയം കൊണ്ട് തകർക്കുവാനാണ്. So Pastor John recently was telling us, starve our fear and feed faith. പാസ്റ്റർ ജോൺ ഞങ്ങളോട് ഈ അടുക്ക പറയുകയായിരുന്നു, അതായത് നിങ്ങളുടെ ഭയത്തെ പട്ടിണിക്കിട്ടിട്ട് നിങ്ങളുടെ വിശ്വാസത്തിന് ഭക്ഷണം നൽകുക. Tell the person next to you, starve our fear and feed faith. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞാട്ടെ നിങ്ങളുടെ ഭയത്തിനെ പട്ടിണിക്കിട്ടിട്ട് നിങ്ങളുടെ വിശ്വാസത്തിന് ഭക്ഷണം നൽകുക. Some of the husbands are afraid of when they hear starve. ചില ഭർത്താക്കന്മാർ ചിന്തിക്കുകയാണ് കഴിക്കാതിരിക്കണമെന്നുള്ളത്. Faith and fear are two responses. വിശ്വാസവും അതോടൊപ്പം തന്നെ ഭയം എന്ന് പറയുന്ന രണ്ട് പ്രതികരണങ്ങളാണ്. When we go through challenges, നാം പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ do you know that your fear and your faith can be noted by others? നിങ്ങൾക്കറിയാമോ, അതായത് നിങ്ങളുടെ ഭയം അതോടൊപ്പം തന്നെ വിശ്വാസം ഇത് രണ്ടും മറ്റുള്ളവർക്ക് കണ്ടാൽ മനസ്സിലാകും. Because when the report of the daughter dying, the Bible says Jesus immediately said, do not be afraid, only believe. കാരണം ആ മകൾ മരിച്ചു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ യേശു പറയുകയാണ് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. He saw the fear that naturally came to a father. ആ പിതാവിലേക്ക് സ്വാഭാവികമായിട്ട് വന്ന ഭയം തനിക്ക് കാണുവാൻ കഴിയും. But when you believe, the fear is negated. എന്നാൽ നാം വിശ്വസിക്കുമ്പോൾ ആ ഭയം അവിടെ ഇല്ലാതാവുകയാണ്. Martin Niemöller was a German pastor. മാർട്ടിൻ നിമോറ എന്ന് പറയുന്നത് ജർമ്മനിയിലെ ഒരു പാസ്റ്റർ ആയിരുന്നു. He took a heroic stand against Adolf Hitler. അദ്ദേഹം എന്ന് പറയുന്നത് ഹിറ്റ്ലറിനെതിരെ വളരെ നിർണായകമായിട്ടൊരു ചുവടെടുത്തു. And he first
met Hitler in 1933. അദ്ദേഹം 1933 ആദ്യമായി ഹിറ്റ്ലറിനെ And കാണുകയുണ്ടായി. after his meeting, his wife asked him, അതിനുശേഷം ആ യോഗത്തിന് ശേഷം how did the meeting go? ആ മീറ്റിംഗ് എങ്ങനെ ഉണ്ടായെന്ന് ഭാര്യ He ചോദിച്ചപ്പോൾ said, I discovered that Hitler is actually a frightened man. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, എനിക്ക് മനസ്സിലായി ഹിറ്റ്ലർ എന്ന് പറയുന്നത് ഒരു ഭയപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണെന്ന് മനസ്സിലായി. Fear is the one that made Hitler a dictator. ഒരു ഹിറ്റ്ലറിനെ സ്വേച്ഛാധിപതി ആകുവാൻ കാരണമാക്കിയത് അതിന്റെ അകത്തുള്ള ഭയമാണ്. I want you to know that all of you can live in faith. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമുക്ക് എല്ലാവർക്കും വിശ്വാസത്തിൽ ജീവിക്കുവാൻ കഴിയും. You can also live in fear. നമുക്ക് എല്ലാവർക്കും ഭയത്തിൽ ജീവിക്കുവാനും കഴിയും. But though God wants us to live in faith. എന്നാൽ ദൈവത്തിന്റെ ആഗ്രഹം നാം വിശ്വാസം തിരഞ്ഞെടുക്കണമെന്നാണ്. So I have good news for you. It doesn't matter what background you are, it doesn't matter what situation, what challenge, you can choose faith. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു നല്ല വാർത്തയാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. നിങ്ങളുടെ പശ്ചാത്തലമോ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ആയിരിക്കുന്നു, എവിടുന്ന് വരുന്നു, ഒന്നും വിഷയമല്ല. നിങ്ങൾക്ക് വിശ്വാസം Tell തീരുമാനിക്കാൻ yourself, I choose faith. അടുത്തിരിക്കുന്ന ആളോട് അല്ലെങ്കിൽ നിങ്ങളോട് തന്നെ പറഞ്ഞാട്ടെ, ഞാൻ വിശ്വാസം സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാട്ടെ. Hallelujah. ഹല്ലേലൂയ. So today I want to tell you what is faith ഞാൻ നിങ്ങളോട് പറയട്ടെ, വിശ്വാസം എന്ന് എന്താണെന്ന് പറഞ്ഞു and തരട്ടെ. what is fear. എന്താകുന്നു ഭയം എന്നുള്ളത് In simple terms so that you can easily understand. വളരെ ലളിതമായിട്ടുള്ള വാക്കുകൾ നിങ്ങൾക്ക് മനസ്സിലാകുവാനായിട്ട്. Faith is simply taking God at his word. വിശ്വാസം എന്ന് പറയുന്നത് ദൈവം പറയുന്ന വാക്കിനെ അതുപോലെ വിശ്വസിക്കുക. Taking God at his word. ദൈവം പറയുന്ന വാക്കിനെ അതുപോലെ വിശ്വസിക്കുക. Fear is taking devil at his word. ഫിയർ അല്ലെങ്കിൽ ഭയം എന്ന് പറയുന്നത് പിശാച് പറയുന്ന വചനം കേൾക്കുക എന്നുള്ളതാണ്. You know, in 2024 I had a difficult news when I heard my cousin was diagnosed with cancer. 2024 എനിക്ക് വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു വാർത്ത കേൾക്കുവാനിടയായി. എൻ്റെ കസിൻ ക്യാൻസർ ബാധിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത. And she was in the US and I heard that her cancer was spreading. താൻ യുഎസിലായിരുന്നു. അപ്പോൾ ആ അർബുദം അപ്രകാരം അത് പകരുകയാണ് അല്ലെങ്കിൽ അത് പടരുകയാണ് എന്ന് അറിയുവാൻ കാരണമായി. While that could have brought fear, അത് ഭയം ഉണ്ടാക്കുന്നതിന് പകരം while it actually brought fear, അത് ഭയം ഉണ്ടാക്കി. but what actually she did, എന്നാൽ താൻ ചെയ്തത്, she took her Bible താൻ ബൈബിൾ എടുത്ത് and she wrote 100 scriptures from the Bible about healing. സൗഖ്യത്തെ കുറിച്ചുള്ള 100 വാക്യങ്ങൾ താൻ എഴുതി. And every day she would confess that word. ഓരോ ദിവസവും ആ വാക്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കും. For 10 to 11 months she had difficult time. 10 തൊട്ട് 11 മാസം വരെ വലിയ പ്രയാസത്തിലൂടെ താൻ കടന്നുപോയി. The doctor said you can eat only one idli in a day. ഡോക്ടർ പറഞ്ഞത് ദിവസം ഒരു ഇഡ്ഡലി മാത്രമേ കഴിക്കാൻ കഴിയുകയുള്ളൂ. And she was confessing the scripture. താൻ ഈ വാക്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. And after 3-4 months 3-4 മാസത്തിന് the doctor ശേഷം said, I don't know, I think you can eat more. ഡോക്ടർ പറയുകയാണ്, എനിക്ക് അറിയില്ല, എന്തായാലും കുറച്ചും കൂടെ നിങ്ങൾക്ക് കഴിക്കാം. And she continued by confessing the word every day. ഈ വചനം ഓരോ ദിവസവും ഇപ്രകാരം പ്രഖ്യാപിക്കുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു. But the situation outside was very bleak. എന്നാൽ പുറത്തുള്ള സാഹചര്യമൊന്നും വളരെ മോശമായ രീതിയിൽ തന്നെയാണ്. You know, I think in India the best painkiller, the best pain relief is morphine, right? ഇന്ത്യയിലെ ഏറ്റവും നല്ല വേദന സംഹാരി എന്ന് പറയുന്നത് മോർഫിൻ ആണ്. They gave America which has something else. അമേരിക്കയിൽ അവർ വേറെ എന്തോ നൽകി. And they asked her to evaluate the pain from level of 1 to 10. 1 തൊട്ട് 10 വരെയുള്ള സൂചികയിൽ അതിന്റെ വേദന എത്രമാത്രം ഉണ്ട് എന്ന് പറയുവാനായിട്ട് അവളോട് പറയുകയുണ്ടായി. She told the doctor, my pain is level 10. അപ്പോൾ അവൾ പറയുകയുണ്ടായി, അത് ഡോക്ടർ, എന്റെ വേദന എന്ന് പറയുന്നത് 10-ൽ 10 തന്നെയാണ്. So circumstance was against. പശ്ചാത്തലമെല്ലാം തനിക്കെതിരായിരുന്നു. But the reality was the God's word. എന്നാൽ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ദൈവവചനമാണ്. 100 scriptures she would memorize it and she would speak that every day. 100 വാക്യങ്ങൾ താൻ മനപ്പാഠം പഠിച്ച് ഇങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ടേയിരുന്നു. After a few months, അല്പമാസങ്ങൾക്ക് ശേഷം when she went for a scan, താൻ ഒരു സ്കാനിന് വേണ്ടി the പോയപ്പോൾ doctor said that I cannot find any cancer in your body. ഡോക്ടർ പറയുകയാണ്, എനിക്കിപ്പോൾ അർബുദം കാണുവാൻ കഴിയുന്നില്ല. That is the power of faith. അത് വിശ്വാസത്തിന്റെ ശക്തിയാണ്. Hallelujah. Hallelujah. In the midst of challenge, God's faith, the faith that comes from God, is higher reality. പ്രതികൂലങ്ങളുടെ മധ്യേ വരുന്ന വിശ്വാസം എന്ന് പറയുന്നത് ഉന്നതമായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. Faith is taking God at his word. വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനത്തെ അതുപോലെ സ്വീകരിക്കുക എന്നുള്ളതാണ്. Fear is taking devil or our circumstances at that word. ഭയം എന്ന് പറയുന്നത് പിശാച് അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങളെ അതുപോലെ വിശ്വസിക്കുക എന്നുള്ളതാണ്. There are various levels of faith which probably I will be teaching next Sunday. അടുത്ത ഞായറാഴ്ച ഞാൻ പഠിപ്പിക്കുന്നതായിട്ടുള്ള വ്യത്യസ്ത തലങ്ങളിലുള്ള അളവിലുള്ള വിശ്വാസമുണ്ട്. Adam and Eve were afraid in the garden because they took devil at his word. ആദാമും ഹവ്വയും ഏദൻ തോട്ടത്തിൽ അവർ ഭയപ്പെടാൻ കാരണമായത് പിശാച് പറഞ്ഞത് അവർ അതുപോലെ സ്വീകരിച്ചതുകൊണ്ടാണ്. See, when you buy a product, നിങ്ങൾ ഒരു ഉൽപ്പന്നം മേടിക്കുമ്പോൾ you are displaying faith in that product. ആ ഉൽപ്പന്നത്തിൽ നിങ്ങൾ വിശ്വാസം വെക്കുകയാണ്. You are taking the manufacturer at his word. അത് ഉണ്ടാക്കിയ വ്യക്തിയെ അദ്ദേഹം പറഞ്ഞതുപോലെ നിങ്ങൾ വിശ്വസിക്കുകയാണ്. It is easy to take
God at His word when you have a promotion at your workplace. ഒരു പക്ഷേ നമ്മുടെ ജോലി സ്ഥലത്ത് നമുക്കൊരു സ്ഥാനക്കയറ്റം കിട്ടുമ്പോൾ ദൈവത്തെ പറഞ്ഞതുപോലെ വിശ്വസിക്കാൻ എളുപ്പമാണ്. When it comes to marriage, we are all eager to take God at His word. നാം വിവാഹത്തിന്റെ കാര്യം വരുമ്പോഴത്തേക്കെല്ലാം ദൈവത്തിന്റെ വചനം അതുപോലെ എടുക്കുവാൻ നമുക്ക് But താല്പര്യമാണ്. when we go through tough times, എന്നാൽ പ്രയാസഘട്ടങ്ങളിലായിരിക്കുമ്പോൾ are you able to take God at His word? നിങ്ങൾ ദൈവം പറയുന്ന വാക്ക് അതുപോലെ തന്നെ കേൾക്കുവാൻ കഴിയുന്നുണ്ടോ? When we go through challenges, നാം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ are you able to take God at His word? ദൈവത്തിന്റെ വചനം അതുപോലെ എടുക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? I was reading an article about mature manhood recently. പക്വതയുള്ള ആ പുരുഷത്വത്തെ കുറിച്ചുള്ള ഒരു ആർട്ടിക്കിൾ ഞാൻ വായിക്കുകയായിരുന്നു. And you know what the author says? Mature manhood is the ability to trust God when you go through long periods of unanswered prayer. ആ ഗ്രന്ഥകാരൻ ഇങ്ങനെ പറയുകയായിരുന്നു, പക്വതയുള്ള ഒരു വിശ്വാസം അല്ലെങ്കിൽ പുരുഷത്വം എന്ന് പറയുന്നത് ഏത് പ്രതികൂല സാഹചര്യത്തിലൂടെ കടന്നു പോയാലും ദൈവത്തെ വിശ്വസിക്കുവാനുള്ള കഴിവാണ്. Long periods of unanswered prayer. എത്രമാത്രം പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാത്തതായിട്ടുള്ള ഘട്ടങ്ങൾ ഉണ്ടെങ്കിൽ പോലും And you're still able to trust God. അപ്പോഴും ദൈവത്തെ വിശ്വസിക്കുവാനുള്ള കഴിവ്, That is maturity. അതാകുന്നു പക്വത. So faith is taking God at His word. വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനത്തെ അതുപോലെ എടുക്കുക, സ്വീകരിക്കുക. So what does God say about His word? അതുകൊണ്ട് ദൈവവചനത്തെ കുറിച്ച് ദൈവം എന്ത് പറയുന്നു? If faith is a matter of taking God at His word, വിശ്വാസം എന്ന് പറയുന്നത് ദൈവവചനത്തെ അതുപോലെ സ്വീകരിക്കുന്നതാണെങ്കിൽ what does God say about His word? ദൈവം തന്റെ വചനത്തെ കുറിച്ച് എന്ത് പറയുന്നു? The Bible says His word endures forever. തിരുവചനം പറയുന്നത് ദൈവത്തിന്റെ വചനം എന്നേക്കും നിലനിൽക്കുന്നു. So you say, I can trust God's word. അതിന്റെ അർത്ഥം Tell yourself, I can trust God's word. നിങ്ങൾ തന്നെ പറഞ്ഞാട്ടെ, എനിക്ക് ദൈവത്തിന്റെ വചനത്തെ വിശ്വസിക്കാം. Why? Because His word endures forever. കാരണം ദൈവത്തിന്റെ വചനം എന്നേക്കും നിലനിൽക്കുന്നു. Hallelujah. Hallelujah. No, you will have to learn to experience the power of God's word. ദൈവത്തിൻ്റെതായിട്ടുള്ള വചനത്തിന്റെ ശക്തി അനുഭവിക്കുവാൻ നാം പഠിക്കണം. To experience the power of God's word, ദൈവവചനത്തിന്റെ ശക്തി നാം അനുഭവിച്ചില്ല എങ്കിൽ there is one thing that everybody needs to do. എല്ലാവരും നാം ചെയ്യേണ്ട When കാര്യം, you have a Bible, you need to open it. നമുക്കുള്ള ബൈബിൾ നാം തുറക്കണം. And you have to read it. അതിനുശേഷം നാം അത് വായിക്കണം. And meditate it. അതിനുശേഷം അത് ധ്യാനിക്കണം. And confess it. അതിനുശേഷം അത് And പ്രഖ്യാപിക്കണം. again confess it. അതിനുശേഷം വീണ്ടും And പ്രഖ്യാപിക്കണം. declare it. അത് വീണ്ടും അത് വിളംബരം The ചെയ്യണം. problem is our faith can be affected by our feelings, our fears, our previous experience. പലപ്പോഴും അതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസം, നമ്മുടെ കഴിഞ്ഞ അനുഭവങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ തോന്നലുകൾ, ഇതെല്ലാം കാരണം പലപ്പോഴും അത് കുറഞ്ഞു പോകുവാൻ കാരണമാകുന്നു. Our fears, our feelings, our previous experience can shrink faith. നമ്മുടെ ഭയങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ പഴയ അനുഭവങ്ങൾ, ഇതെല്ലാം പലപ്പോഴും നമ്മുടെ വിശ്വാസത്തെ ചുരുക്കുവാൻ കാരണമാകും. But faith is boosted when we hear God's word. എന്നാൽ വിശ്വാസം വർദ്ധിക്കുന്നു നാം ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ. I want to tell 4 aspects of God's word. ദൈവ വചനത്തിന്റെ 4 വസ്തുതകൾ ഞാൻ നിങ്ങളോട് പറയട്ടെ. As strong as fluctuating as my feelings are, God's word are 4 things. എത്രമാത്രം എൻ്റെ വചനങ്ങൾ, എൻ്റെതായിട്ടുള്ള ചിന്തകളെല്ലാം അല്ലെങ്കിൽ എൻ്റെ തോന്നലുകളെല്ലാം മാറി മറിഞ്ഞുകൊണ്ടിരുന്നാലും ഈ ദൈവവചനത്തിന്റെ കാര്യങ്ങൾ 4 കാര്യങ്ങൾ പറയട്ടെ. God's word is truer than what I feel. ഒന്ന്, ദൈവത്തിൻ്റെതായിട്ടുള്ള വചനം എന്ന് പറയുന്നത് ഞാൻ ചിന്തിക്കുന്നതിനേക്കാൾ സത്യമാകും. It is truer than anything I feel. എനിക്ക് എത്രമാത്രം എന്തെല്ലാം തോന്നിയാലും ശരി, ദൈവവചനം സത്യമാകും. It is truer than anything I have experienced or I experience right now. ഞാൻ അനുഭവിച്ചതിലോ അല്ലെങ്കിൽ അനുഭവിച്ചിട്ടുള്ളതോ ആയിട്ടുള്ള കാര്യങ്ങളെക്കാൾ എത്രയോ ഉന്നതമാണ് ദൈവവചനം. Many people, they form a doctrine based on their experience. പല വ്യക്തികളും അവരുടേതായുള്ള അനുഭവങ്ങളെ വെച്ചുകൊണ്ട് അതൊരു തത്വമാക്കി മാറ്റുന്നു. You didn't get a healing, therefore God is not a healer. നിങ്ങൾക്ക് സൗഖ്യം ലഭിച്ചില്ല, അതുകൊണ്ട് ദൈവം ഇപ്പോൾ സൗഖ്യമൊന്നും ചെയ്യുന്നില്ല. So you are formulating a doctrine based on how you have experienced. നിങ്ങളുടെ അനുഭവം കാരണം അത് പലരും ഉപദേശമാക്കി മാറ്റുകയാണ്. But the doctrine needs to come from the word of God. എന്നാൽ ഉപദേശം എന്ന് പറയുന്നത് ദൈവവചനത്തിൽ നിന്ന് വരേണ്ടതാകും. The doctrine needs to come by looking at the life of Jesus. ഉപദേശം എന്ന് പറയുന്നത് യേശുവിന്റെ ജീവിതത്തെ നോക്കി വരേണ്ടതാകും. So truer than anything I experience. അതുകൊണ്ട് ഞാൻ അനുഭവിക്കുന്നതിനേക്കാൾ എത്രയോ സത്യമായതാകും ദൈവവചനം. The third thing is truer than any circumstance I'm going through. മൂന്നാമതായിട്ട് ഞാൻ കടന്നു പോകുന്ന സാഹചര്യത്തെക്കാൾ എത്രയോ സത്യമാകുന്നു ദൈവവചനം. You know, I was thinking, what was Jesus' greatest test of faith? ഞാൻ ചിന്തിക്കുകയായിരുന്നു, യേശുവിന്റെ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷ എന്തായിരുന്നു? Abraham's greatest test of faith was to offer his only beloved son. അബ്രഹാമിന്റെ ഏറ്റവും വലിയതായിട്ടുള്ള പരീക്ഷ എന്ന് പറയുന്നത് തന്റെ ആകെ ഉള്ള ഒരു മകനെ നൽകുക എന്നുള്ളതായിരുന്നു. Jesus' greatest test of faith was to believe that his father will raise him from the dead. യേശുവിന്റെ ഏറ്റവും വലിയ
വിശ്വാസത്തിന്റെ പരീക്ഷ എന്ന് പറയുന്നത് തന്റെ പിതാവ് തന്നെ മരണത്തിൽ നിന്ന് ഉയർപ്പിക്കുമെന്നുള്ളതായിരുന്നു. He never, wavered on that. ആ കാര്യത്തിൽ യേശുവിന് ഒരു സംശയവും തോന്നിയില്ല. He knew that if he would die on the cross, that his father will raise him up on the day. യേശുവിന് അറിയാമേ താൻ ക്രൂശിൽ മരിച്ചാൽ തന്റെ പിതാവ് തന്നെ ഉയർപ്പിക്കും. Truer than any circumstance. ഏതൊരു സാഹചര്യത്തെക്കാൾ സത്യമാകുന്നു ദൈവവചനം. There is nothing more harsher circumstance than that. അതിനേക്കാൾ ഭയാനകമായിട്ടുള്ള മറ്റ് യാതൊരു സാഹചര്യവുമില്ല. Because he who had no sin became sin and the Father raised him up. കാരണം പാപമില്ലാത്തവനായിരിക്കുന്ന യേശുക്രിസ്തു നമുക്ക് വേണ്ടി പാപയാഗമായി പിതാവ് ഈ യേശുവിനെ ഉയർപ്പിച്ചു. The fourth thing is God's word is truer than anything in the world. നാലാമതായിട്ട് ദൈവത്തിന്റെ വചനം ഈ ഭൂമിയിലുള്ള സകലത്തിനേക്കാൾ സത്യമാകും. God's word is the higher reality than our feelings, experience or circumstance. ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് നമ്മുടെ സാഹചര്യങ്ങളാകട്ടെ, നമ്മുടെ അനുഭവങ്ങളാകട്ടെ, നമ്മുടെ തോന്നലുകളാകട്ടെ, അതിനേക്കാൾ ഉപരിയായിട്ട് എല്ലാം സത്യമാകും. Romans 14:23 verse 23 say, whatever is not from faith is sin. റോമാലേഖനത്തിന്റെ 14-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം പറയുന്നത് വിശ്വാസത്തിൽ നിന്നുള്ളതല്ലാത്തതെല്ലാം 14:23 പറയുന്നത് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമത്രേ. The Bible says the just shall live by faith. തിരുവചനം പറയുന്നത് നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. Say to the person, living by faith is not an option. അടുത്തിരിക്കുന്ന ആള് പറഞ്ഞാട്ടെ, വിശ്വാസത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് ഇനി ഒരു ഓപ്ഷൻ അല്ലെന്ന് പറഞ്ഞാൽ It's a commandment. അതൊരു കൽപ്പനയാകും. Hallelujah. ഹല്ലേലൂയ. Hallelujah. Hallelujah. So what do you do if you don't have faith? എന്നാൽ വിശ്വാസമില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? We need to build our faith. നാം നമ്മുടെ വിശ്വാസത്തെ പണിതുയർത്തണം. Say, build up my faith. എന്റെ വിശ്വാസത്തെ പണിതുയർത്തണം എന്ന് പറഞ്ഞാൽ When you need to build something, നിങ്ങൾക്കറിയാമോ ചിലത് പണിതുയർത്തണമെങ്കിൽ you need to start from the scratch. അത് ഒന്നുമില്ലായ്മയിൽ നിന്ന് തുടങ്ങണം. So if you don't have any faith, it's okay. You can build it. അതുകൊണ്ട് നിങ്ങൾക്ക് അല്പം പോലും വിശ്വാസമില്ല എന്ന് തോന്നുന്നെങ്കിൽ കുഴപ്പമില്ല, നമുക്കത് പണിതുയർത്താം. But it's important to start somewhere. എന്നാൽ എവിടെയെങ്കിലും ആരംഭിക്കുക എന്നുള്ളത് സുപ്രധാനമാണ്. And that is why the Bible says faith comes by hearing and hearing God's word. അതുകൊണ്ടാകുന്നു തിരുവചനം പറയുന്നത് വിശ്വാസം കേൾവിയാലും ദൈവവചനത്തിന്റെ കേൾവിയാലും വരുന്നു. The problem is we like shortcuts. എന്നാൽ നമുക്ക് കുറുക്കു വഴികളാണ് ഇഷ്ടം. We don't want to spend time understanding God's word. നമുക്ക് ദൈവവചനം മനസ്സിലാക്കാനും സമയം ചെലവാക്കാൻ വയ്യ. Therefore we want the prophet to give us God's word. അതുകൊണ്ട് പ്രവാചകൻ വന്ന് വചനം പറഞ്ഞാൽ മതി എന്നാണ് നാം ചിന്തിക്കുന്നത്. I want to say there is no option but to live by faith. ഞാൻ നിങ്ങളോട് അവരുടെ വിശ്വാസത്തിൽ ജീവിക്കുന്നതല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല. 2 Corinthians 5 verse 7. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. So whatever is not of faith is sin. വിശ്വാസത്തിൽ നിന്നല്ലാത്തതെല്ലാം പാപമത്രേ എന്ന് പറയുമ്പോൾ 2 Corinthians 5:7 says, 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം പറയുന്നത് we live by faith not by sight. നാം കാഴ്ചയാലല്ല വിശ്വാസത്താലേ നടക്കുന്നു. So faith is the eyesight into the spirit realm. അപ്പോൾ ആത്മമണ്ഡലത്തിലേക്കുള്ള കാഴ്ചയാകുന്നു വിശ്വാസം. It is the eyesight into the spirit realm. വിശ്വാസം എന്ന് പറയുന്നത് ആത്മമണ്ഡലത്തിലേക്കുള്ള കാഴ്ചയാകും. Your spirit man can see the spirit realm, the spiritual realm through faith. നിങ്ങളുടെ ആത്മമനുഷ്യന് ആത്മമണ്ഡലത്തിലുള്ള കാര്യങ്ങളെ വിശ്വാസത്താൽ കാണുവാൻ കഴിയും. The man with no faith is spiritually blinded. എന്നാൽ വിശ്വാസമില്ലാത്ത വ്യക്തിയാണെങ്കിലോ അവൻ ആത്മീയമായ അന്ധതയിലാകുന്നു. Tell the person next to you, do not be spiritually blinded. അടുത്തിരിക്കുന്ന ആള് പറഞ്ഞാട്ടെ, ആത്മീയമായ അന്ധതയിലാകരുതെന്ന് പറഞ്ഞാട്ടെ. Our daily life should be guided by faith in God's promises. നമ്മുടെ അനുദിന ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വാഗ്ദത്തത്തിലുള്ള വിശ്വാസത്താൽ നയിക്കപ്പെടേണ്ടതാകും. Rather than visible evidence and tangible results. കാണാൻ കഴിയുന്നതായിട്ടുള്ള ഫലങ്ങൾ കൊണ്ടോ കാണാൻ കഴിയുന്ന അടയാളങ്ങൾ കൊണ്ടോ അല്ല നാം ജീവിക്കണം. Living by faith does not mean ignoring reality. വിശ്വാസത്തിൽ ജീവിക്കുക എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തെ എല്ലാം മാറ്റിവെക്കുക എന്നുള്ളതല്ല. But the spirit realm is a higher reality. എന്നാൽ ആത്മമണ്ഡലം എന്ന് പറയുന്നതാകുന്നു ഉന്നതമായിട്ടുള്ള യാഥാർത്ഥ്യം. So we walk by faith. അതുകൊണ്ട് നാം വിശ്വാസത്താൽ നടക്കുന്നു. Galatians 2 verse 20. ഗലാത്യ ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. It says, for I have been crucified with Christ. ഞാൻ ക്രിസ്തുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. It is no longer I who live. ഇനി ഞാനല്ല ജീവിക്കുന്നത്, but Christ lives in me. ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. The life which I now live, ഇപ്പോൾ ഞാൻ ജീവിക്കുന്നതോ, which I now live in the flesh, I live by faith in the Son of God. ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനിലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നു. Who loved me and gave himself for me. എനിക്ക് വേണ്ടി നൽകിയത്. We live by faith in the Son of God. നാം ദൈവപുത്രനിലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നു. Hallelujah. 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 Lord Father, we pray today. പിതാവേ, ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നു. Help us to live by faith. വിശ്വാസത്താൽ ജീവിക്കാൻ സഹായിക്കണം. Help us to
starve our fear ഞങ്ങളുടെ ഭയത്തെ പട്ടിണിക്കിടുവാൻ സഹായിക്കണം. and feed faith. എന്നാൽ വിശ്വാസത്തെ പോഷിപ്പിക്കുക. Let us live by faith, Lord. നമുക്ക് വിശ്വാസത്തോടെ ജീവിക്കണം. Let us not live by fear. ഞങ്ങൾ ഭയത്തിലല്ല ജീവിക്കേണ്ടത്. Father, we want to cast out every fear. പിതാവേ, എല്ലാ ഭയവും ഞങ്ങൾ പുറത്തു പോകുവാൻ പറയുന്നു. I want to pray, Father, against the fear of the future. കർത്താവേ, ഭാവിയെക്കുറിച്ചുള്ള ഭയത്തിനെതിരെ ഞാൻ പ്രാർത്ഥിക്കുന്നു. I want every eye closed right now. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ. If you are having a fear of the future, നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് നിങ്ങൾക്ക് ഭയമുണ്ടെങ്കിൽ just tell yourself, I believe. നിങ്ങളോട് തന്നെ പറഞ്ഞാട്ടെ, ഞാൻ വിശ്വസിക്കുന്നു. God is saying, do not be afraid. ദൈവം പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട. Just say, I believe, Lord. ഞാൻ വിശ്വസിക്കുന്നു, ദൈവത്തെ വിശ്വസിക്കുന്നു. I trust your word. ഞാൻ ദൈവത്തിന്റെ വചനത്തെ I വിശ്വസിക്കുന്നു. will not be fearful. ഞാൻ ഇനി ഭയപ്പെടുകയില്ല. I want to put my life based on your word, Lord. അങ്ങയുടെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ജീവിക്കണം. I want to take your word, Lord. അങ്ങയുടെ വചനം ഞാൻ സ്വീകരിക്കും. Hallelujah. 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 We rebuke every fear of failure, Daddy. പരാജയത്തിൻ്റെതായിട്ടുള്ള എല്ലാ ഭീതിയെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ശാസിക്കുന്നു. Hallelujah. Hallelujah. If there's anybody here who's having fear of failure, പരാജയത്തെക്കുറിച്ചുള്ള ഭീതി അല്ലെങ്കിൽ ഭയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, I just don't want you to keep looking around. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട. But I'm going to pray if you're having any fear of failure. എന്നാൽ നിങ്ങൾക്ക് അങ്ങനെ പരാജയ ഭീതി ഉണ്ടെങ്കിൽ Just raise your hands lightly up. നിങ്ങളുടെ കരം അല്പം ഉയർത്തിയാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. Lord, I pray against every fear of failure. കർത്താവേ, എല്ലാ പരാജയ ഭീതിക്കെതിരായും ഞാൻ പ്രാർത്ഥിക്കുന്നു. I want to call that you are a conqueror and more than a conqueror. കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു, അങ്ങ് നിങ്ങളെ ഞാൻ വിളിക്കുന്നു ജയാളിയായും ജയാളിയേക്കാൾ ഉപരിയായി. I call you success. ഞാൻ നിങ്ങളെ വലിയ വിജയമെന്ന് ഞാൻ നിങ്ങളെക്കുറിച്ച് I പ്രഖ്യാപിക്കുന്നു. call you success. ഞാൻ നിങ്ങളെ വിജയമെന്ന് പ്രഖ്യാപിക്കുന്നു. God calls you success. ദൈവം നിങ്ങളെ വിജയമെന്ന് വിളിക്കുന്നു. Oh, it's more than God is calling you a success. എന്നേക്കാൾ ഉപരിയായി ദൈവം നിങ്ങളെ വിജയമെന്ന് വിളിക്കുന്നു. Do not be afraid of failure. നിങ്ങൾ പരാജയത്തെ നിങ്ങൾ ഭയപ്പെടരുത്. You know what? God has given you a spirit that conquers. നിങ്ങൾക്കറിയാമോ, ജയിക്കുവാനുള്ള ആത്മാവിനെ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. Even if you have failed in the past, നിങ്ങൾ മുൻപ് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും, I sense God saying some of you are going to bounce back. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം എന്നോട് പറയുകയാണ്, നിങ്ങളിൽ ചിലർ ശക്തമായി എഴുന്നേറ്റ് വരും. Tell yourself, I'm going to bounce back. നിങ്ങളോട് തന്നെ പറഞ്ഞാട്ടെ, ഞാൻ തിരിച്ചു വരും. I'm going to bounce back in 2025. 2025 ഞാൻ തിരിച്ചു വരും. It is the year of bouncing back. ഞാൻ തിരിച്ചു വരുന്ന വർഷമാണ്. I may have failed in 2024. ഞാൻ 2024 പരാജയപ്പെട്ടിട്ടുണ്ടാകാം. I may have failed in my childhood. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് പരാജയപ്പെട്ടിട്ടുണ്ടാകാം. But in 2025, എന്നാൽ 2025 I'm going to bounce back. ഞാൻ മടങ്ങി വരാൻ Oh, പോകുന്നു. tell yourself, I'm going to bounce back. നിങ്ങളോട് തന്നെ പറഞ്ഞാട്ടെ, ഞാൻ മടങ്ങി വരും. I sense for some families you're going to bounce back this year. ചില കുടുംബങ്ങളെ കുറിച്ച് ഞാൻ കേൾക്കുന്നു, ആത്മാവിൽ നിങ്ങൾ മടങ്ങി വരും. Oh, some exams you have failed, you're going to bounce back. നിങ്ങൾ ചില പരീക്ഷകളിൽ തോറ്റു, നിങ്ങൾ മടങ്ങി വരും. Some repeated exams you have failed. നിരന്തരമായി നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പരാജയപ്പെട്ടിരിക്കുന്ന എക്സാമുകളിൽ And you have written yourself out. നിങ്ങൾക്ക് തന്നെ വിധി എഴുതി വെച്ചിരിക്കുകയാണ്. And but God is saying, I'm going to make you bounce back. ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങളെ മടക്കി Oh, വരുത്തും. put your hand on your head and say, I'm going to bounce back, Lord. നിങ്ങളുടെ തലമേൽ കൈവച്ച് പറഞ്ഞാട്ടെ, ഞാൻ മടങ്ങി വരും. I'm going to bounce back. ഞാൻ മടങ്ങി വരും. Oh, I'm not out. ഞാൻ ഒരിക്കലും ഔട്ട് ആയിട്ടില്ല. Oh, the devil wants you to be out. പിശാച് നിങ്ങളെ ഔട്ട് ആക്കാൻ നോക്കുന്നു. Oh, but God is saying you're still not out. എന്നാൽ ദൈവം പറയുകയാണ്, നിങ്ങൾ ഔട്ട് ആയിട്ടില്ല. Oh, hang in there. നിങ്ങൾ അവിടെ തന്നെ നിൽക്കുക. Because this is going to be a year of you bouncing back. കാരണം നിങ്ങൾ മടങ്ങി വരുന്ന Oh, വർഷമായിരിക്കും. God is saying only believe. ദൈവം പറയുകയാണ്, വിശ്വസിക്കുക Do മാത്രം. not be afraid. ഭയപ്പെടേണ്ട. To dear sister, to dear sister, ഈ സഹോദരി, the Lord is saying, ദൈവം പറയുകയാണ്, you will bounce back this year. നീ ഈ വർഷം മടങ്ങി വരും. Oh, for something you are going to bounce back. നീ മടങ്ങി വരും. Something you expected did not happen. ചില പ്രതീക്ഷിച്ച കാര്യങ്ങൾ നടന്നില്ല. But I want to pray that this will be a year of bouncing back. എന്നാൽ ഇത് മടങ്ങി വരുന്ന വർഷമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Hallelujah. Hallelujah. Some of you have failed in some exam. നിങ്ങളിൽ ചില പരീക്ഷകളിൽ തോറ്റിരിക്കുന്നു. Hallelujah. Hallelujah. The Lord is saying, ദൈവം പറയുന്നു, in that very exam you're going to pass. അതേ പരീക്ഷയിൽ തന്നെ നീ പാസ്സാകും. Put your mind into it. നിങ്ങളുടെ മനസ്സ് അതിൽ തന്നെ വെക്കുക. The Lord will give you wisdom. ദൈവം ജ്ഞാനം നൽകും. The Lord will give you a quicker ability to learn. ദൈവം പെട്ടെന്ന് പഠിക്കുവാനുള്ള കൃപ തരും. Because it's going to be a year of bouncing back. കാരണം ഇത് മടങ്ങി വരുന്നതായിട്ടുള്ള വർഷമാണ്. Oh, something that the enemy has stolen from you. പിശാച് നിങ്ങളിൽ നിന്ന് മോഷ്ടിച്ച ചില കാര്യങ്ങൾ. I want to tell you, it's a year of bouncing back. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ മടങ്ങി വരുന്ന It's a വർഷമാണ്. year of restoration. ഇത് യഥാസ്ഥാനപ്പെടുത്തുന്ന Only വർഷമാണ്. believe. നിങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്യുക. Oh, just have faith. വിശ്വാസം മാത്രം വെക്കുക. Only believe. വിശ്വസിക്കുക മാത്രം. Hallelujah. Hallelujah.
John 11, യോഹന്നാന്റെ പുസ്തകം 11-ാം അധ്യായം verse 38 to 40. 38 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. The context is, the background is, Lazarus is dead for 4 days. ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ലാസർ മരിച്ചിട്ട് 4 ദിവസമായി. Mary and Martha are in total grief. മറിയയും മാർത്തയും അവർ വലിയ വിഷമത്തിലായിരിക്കുന്നു. And Jesus comes to see them. യേശു അവരെ കാണാൻ വരികയാണ്. And Jesus groans in himself. He comes to the tomb. യേശു ആ കല്ലറയ്ക്കലെത്തി. In verse 38 says, 38-ാമത്തെ വാക്യം പറയുന്നു, Jesus again groaning in himself യേശു പിന്നെയും ഉള്ളം നൊന്ത് came to the tomb. കല്ലറയ്ക്കലെത്തി. It was a cave and a stone lay against it. അതൊരു ഗുഹയായിരുന്നു, ഒരു കല്ലും അതിന്മേൽ വെച്ചിരുന്നു. Jesus said, take away the stone. യേശു പറയുകയാണ്, ആ കല്ലെടുത്ത് മാറ്റുക. Mary, the sister of him who was dead, said to him, Lord, by this time there is a stench, for he has been dead 4 days. മരിച്ചവന്റെ സഹോദരിയായ മാർത്ത, കർത്താവേ, നാറ്റം വെച്ചു തുടങ്ങി 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. Verse 40. 40-ാമത്തെ വാക്യം. Jesus said, യേശു പറഞ്ഞു, did I not say to you, if you would believe, you would see the glory of God? വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. I believe this God is telling to somebody here today. ഞാൻ വിശ്വസിക്കുന്നു ഇത് ദൈവം ചിലരോട് ഇവിടെ പറയുകയാണ്. Jesus said, did I not say to you that if you believe, you will see the glory of God? യേശു അവളോട് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. Which means that Jesus is repeating what he said. അതിന്റെ അർത്ഥം യേശു പറഞ്ഞത് ആവർത്തിക്കുകയാണ്. At some point earlier he has said this. മുമ്പ് എവിടെയോ അദ്ദേഹം ഇത് പറഞ്ഞിട്ടുണ്ട്. And he's saying, did I not say to you that by this, if you would believe, you would see the glory of God? യേശു വീണ്ടും പറയുകയാണ്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ? Believing is important to see the glory of God. ദൈവത്തിന്റെ മഹത്വം കാണുവാൻ വിശ്വസിക്കുക എന്നുള്ളത് സുപ്രധാനമാണ്. And Jesus raised Lazarus from the dead. യേശു മരണത്തിൽ നിന്ന് ലാസറിനെ ഉയർപ്പിച്ചു. Believing God is preceded by the manifestation of his glory. ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് അതിനുശേഷം കാണുന്ന കാര്യമാണ് മഹത്വം കാണുക എന്നുള്ളത്. Listen to me, faith unlocks the glory of God. ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ചാട്ടെ, ദൈവത്തിന്റെ മഹത്വത്തെ അത് അഴിച്ചു വിടുന്നത് അല്ലെങ്കിൽ അത് കൊണ്ടുവരുന്നത് ഈ വിശ്വാസം എന്ന താക്കോലാണ്. Today when we are living in a fallen world, നാം ഇന്ന് വീണിരിക്കുന്ന ലോകത്തായിരിക്കുന്നു. all have sinned and fallen short of the glory of God. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടമാക്കിയിരിക്കുന്നു. But by believing and taking God at his word, all of us can experience God's glory. എന്നാൽ ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തിന്റെ വചനത്തെ അതുപോലെ സ്വീകരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ദൈവത്തിന്റെ തേജസ് കാണുവാൻ കഴിയും. To somebody God is saying, ആരോട് ദൈവം പറയുകയാണ്, did I not say to you, ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ, if you would believe, നീ വിശ്വസിച്ചാൽ you would see the glory of നീ God? ദൈവത്തിന്റെ മഹത്വം കാണും. God is telling this repeatedly to the church. ദൈവം ആവർത്തിച്ചത് സഭയോട് When പറയുകയാണ്. God is telling something repeatedly, ദൈവം ആവർത്തിച്ച് ചില കാര്യങ്ങൾ പറയുമ്പോൾ it's quite serious. അത് വളരെ ഗൗരവമേറിയതാകും. Hallelujah. Hallelujah. Tell the person next to you, it's quite serious. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞാട്ടെ, ഇത് ഗൗരവമുള്ള If കാര്യമാണ്. you would believe, നിങ്ങൾ വിശ്വസിച്ചാൽ you would see the glory of God. ദൈവത്തിന്റെ മഹത്വം കാണും. Oh, to some families he's saying, ചില കുടുംബങ്ങളോട് പറയുകയാണ്, if you believe, നിങ്ങൾ വിശ്വസിച്ചാൽ your family will see the glory of നിങ്ങളുടെ God. കുടുംബം ദൈവത്തിന്റെ മഹത്വം കാണാനിട വരും. Oh, some family here today, ഇന്ന് ഇവിടെ ആയിരിക്കുന്ന ചില കുടുംബങ്ങൾ, I hear in Malayalam, നിന്ന മാത്രം നിങ്ങൾക്ക് കിട്ടി. you have just received ridicule only. നിന്ന over the years. വർഷങ്ങളായിട്ടുള്ള ആ നിന്ന. But this year, എന്നാൽ ഈ വർഷം you will see the glory of God. നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം കാണും. You will see the glory of God. ദൈവത്തിന്റെ മഹത്വം കാണും. Hallelujah. Hallelujah. You will see the glory of God. നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം കാണും. അങ്ങനെ നിന്ന മാത്രം കിട്ടിയവരോട് കാര്യങ്ങൾ ദൂതൻ ഏറ്റെടുക്കണം. And those who have received just that mistreating or ridicule, you receive this You word. will see the glory of God. നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം കാണും. You will see the glory of God. നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം കാണും. Hallelujah. 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 Thank you Jesus. നന്ദി യേശുവേ. God's glory is basically in 4 areas. ദൈവത്തിന്റെ മഹത്വം 4 മണ്ഡലങ്ങളിലാണ്. And you will see God glory being revealed in one or all of these areas. ഒന്നുകിൽ ഏതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ ഈ സകല മേഖലകളിലും ദൈവത്തിന്റെ മഹത്വം കാണുവാനിട വരും. In one or many. ഒന്ന് അല്ലെങ്കിൽ അതിലധികം. One is God's visible splendor. ഒന്ന് ദൈവത്തിൻ്റെതായിട്ടുള്ള കാണുവാൻ കഴിയുന്നതായിട്ടുള്ള ശക്തി. The beauty of God. ദൈവത്തിന്റെ മനോഹരത്വം. Oh, how beautiful he is. എത്രമാത്രം ദൈവം മനോഹരനാണ് എന്ന്. Can we just close your eyes? നമുക്ക് കണ്ണുകൾ അടച്ച്. Oh, I want you to behold the beauty of God. ദൈവത്തിന്റെ മനോഹരത്വം കാണുക. I want you to behold that he is beautiful. ദൈവം മനോഹരനാണ് എന്നുള്ളത് നിങ്ങൾ കണ്ടാട്ടെ. That will bring a healing to you today. അത് ഇന്ന് നിങ്ങൾക്കൊരു സൗഖ്യം That കൊണ്ടുവരും. he is beautiful. ദൈവം മനോഹരൻ. That he is handsome.
ദൈവം that സുന്ദരനാണ്. He is beyond our imagination. നമ്മുടെ ചിന്തയ്ക്കും സങ്കല്പത്തിനും അപ്പുറമാകുന്നു. Oh, hallelujah. The Bible says the train of His robe fills the temple. ഹല്ലേലൂയ. തിരുവചനം പറയുന്നത് ദൈവത്തിൻ്റെതായിട്ടുള്ള ആ അങ്കിയുടെ വിളുമ്പ് അത് തന്നെ ഈ ആലയത്തെ നിറയ്ക്കുന്നു. That is how glorious He is. അത്രമാത്രം തേജസ്സുള്ള The ദൈവമാണ്. Bible says the heavens cannot contain Him. സ്വർഗത്തിന് ദൈവത്തിൻ്റെതായിട്ടുള്ള മഹത്വത്തെ ഗ്രഹിക്കുവാൻ The കഴിയുന്നില്ല. earth is His footstool. ഈ ഭൂമി എന്ന് പറയുന്നത് ദൈവത്തിന്റെ പാദപീഠമാകും. I want you to behold that God on the throne. ഈ സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തെ നിങ്ങൾ കണ്ടാട്ട് Let us come boldly before His presence. ഈ ദൈവത്തിന്റെ സാന്നിധ്യത്തിന് മുമ്പാകെ നമുക്ക് ധൈര്യമായി കടന്നു The വരാം. second area where God's glory is revealed ദൈവത്തിന്റെ തേജസ് വെളിപ്പെടുത്തുന്ന രണ്ടാമത്തെ മണ്ഡലം is God's power. അത് ദൈവത്തിന്റെ ശക്തി. Hallelujah. ഹല്ലേലൂയ. And I believe it's here today. ഞാൻ വിശ്വസിക്കുന്നു ഈ വർഷം If you will believe, you will see the glory of God. നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ തേജസ് കാണുവാനിട വരും. I sense that God's power is here to heal today. ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ശക്തി ഇന്ന് സൗഖ്യമാക്കുവാൻ തക്കവണ്ണം ഇവിടെ ഉണ്ട്. Let every eye be closed. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ. Father, I pray for a healing right now in Jesus' mighty name. പിതാവേ, ഇവിടെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. You know, heart breathing related issues. ശ്വസിക്കുന്നത് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ. You are having heavy breathing. നിങ്ങൾക്ക് വളരെ കഠിനമായി ശ്വസിക്കേണ്ടി വരുന്നു. Hallelujah. If you are having a heavy breathing, നിങ്ങൾക്ക് കഠിനമായി ശ്വസിക്കേണ്ടി വരുന്ന വ്യക്തിയാകുന്നുവെങ്കിൽ God is healing you right now. ദൈവം ഇപ്പോൾ നിങ്ങളെ സൗഖ്യപ്പെടുത്തുന്നു. Hallelujah. ഹല്ലേലൂയ. If you are having anybody like that who is having heavy breathing, അങ്ങനെ ആരെങ്കിലും കഠിനമായി ശ്വസിക്കേണ്ടി വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ I want to pray healing right now in Jesus' mighty name. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ മേൽ സൗഖ്യം പ്രഖ്യാപിക്കുന്നു. Bowel syndrome, bowel related issues. അപ്പോൾ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ I pray in Jesus' mighty name be healed. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം The പ്രഖ്യാപിക്കുന്നു. power to heal is here right now. ഇവിടെ സൗഖ്യമാക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ ശക്തി Oh, വ്യാപരിക്കുന്നു. knee pain, God is healing right now. കാൽമുട്ടിന്റേതായിട്ടുള്ള വേദന യേശു സൗഖ്യമാക്കും. Oh, He's a mighty healer. ദൈവം ശക്തിയേറിയ See, സൗഖ്യദായകനാണ്. if you believe, you will see the glory of God. നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുവാൻ If you ഇടവരും. believe, you will see the glory of God. നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുവാൻ ഇടവരും. Hallelujah. ഹല്ലേലൂയ. Thank you, Father. നന്ദി Back പിതാവേ. pain. പുറകിലത്തെ വേദന I want you to put your hands right now. നിങ്ങൾക്ക് അങ്ങനെ ഉള്ളവർക്ക് അവിടെ തന്നെ കരം വെച്ചാട്ടെ. ഇപ്പോൾ തന്നെ കർത്താവേ പരിപൂർണ്ണ സൗഖ്യം. Hallelujah. Lord, we pray for total healing right now. Total healing. പൂർണ്ണമായിട്ടുള്ള സൗഖ്യം. We believe and therefore we will see the glory of God. കർത്താവെ കേൾക്കുവാൻ കഴിയാത്തവർക്ക് ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ മഹത്വവും സൗഖ്യം കാണുവാൻ ഇടവരട്ടെ. Hallelujah. ഹല്ലേലൂയ. Thank you, Father. നന്ദി പിതാവേ. Fruitfulness in the home. ഭവനത്തിൽ ഫലപുഷ്ടി. Children in the home. ഭവനത്തിൽ കുഞ്ഞുങ്ങൾ. If you believe, you will see the glory of God. നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. If you believe, you will see the glory of God. നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം I കാണും. want to prophesy ഞാൻ പ്രവചിക്കുന്നു that this year ഈ വർഷം will be a year of testimony after testimony. ഇത് സാക്ഷ്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന Oh, വർഷമായിരിക്കും. hallelujah. ഹല്ലേലൂയ. Lord, I want to pray ഞാൻ പ്രാർത്ഥിക്കുന്നു one testimony at least in one home. കർത്താവേ ഓരോ ഭവനത്തിലും കുറഞ്ഞത് ഒരു സാക്ഷ്യമെങ്കിലും വേണം. Oh, that is not enough, Lord. Many testimonies in all homes. കർത്താവേ സകല ഭവനങ്ങളിലും അനേകം സാക്ഷ്യങ്ങൾ ഉണ്ടാകട്ടെ. ഇത് ഏറ്റെടുക്കുന്നവരൊന്നും ആമേൻ പറഞ്ഞാട്ടെ. Those who Hallelujah. receive this say amen. Hallelujah. Hallelujah. Oh, the third area where God's glory is revealed ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്ന മൂന്നാമത്തെ മണ്ഡലം is God's nature. ദൈവത്തിന്റെ സ്വഭാവം. And God is a holy God. ദൈവം വിശുദ്ധനായ ദൈവമാകും. And He is holy, holy, holy. പരിശുദ്ധൻ പരിശുദ്ധൻ That is His പരിശുദ്ധൻ. very nature. അത് ദൈവത്തിന്റെ There is no സ്വഭാവമാകും. compromise in His holiness. ദൈവത്തിന്റെ പരിശുദ്ധിയെ സംബന്ധിച്ച് അവിടെ യാതൊരു കോംപ്രമൈസും ഇല്ല. And when we behold His holiness, നാം ദൈവത്തിന്റെ ഈ വിശുദ്ധിയെ കാണുമ്പോൾ I want to tell to you, we will become like Him. ഞാൻ നിങ്ങളോട് പറയട്ടെ, നാം അവനെ പോലെയാകും. We will become like Him. നാം യേശുവിനെ If പോലെയാകും. you are struggling with addiction, നിങ്ങൾ എന്തെങ്കിലും ഒരു ആസക്തിയിൽ നിങ്ങൾ പ്രയാസപ്പെടുന്നു, I want you to behold the holiness of God. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിൻ്റെതായിട്ടുള്ള വിശുദ്ധി നിങ്ങൾ കണ്ടാൽ And you will become like Him. നിങ്ങൾ യേശുവിനെ പോലെയാകും. You know, I liked physics growing up. നിങ്ങൾക്കറിയാമോ, ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഊർജ്ജതന്ത്രം എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. If you take a magnet നിങ്ങൾ ഒരു കാന്തം എടുക്കുമ്പോൾ and a metal അതിനോടൊപ്പം തന്നെ ഒരു ലോഹവും എടുക്കുമ്പോൾ and you rub the magnet and the metal,
കാന്തവും ലോഹവും തമ്മിൽ ഉരയ്ക്കുമ്പോൾ after some time, അല്പസമയത്തിന് the ശേഷം metal will behave like a magnet. ആ ലോഹം എന്ന് പറയുന്നത് കാന്തം പോലെ പ്രവർത്തിക്കുവാൻ തുടങ്ങും. When you keep hanging in the presence of God, നാം ദൈവത്തിൻ്റെതായിട്ടുള്ള സാന്നിധ്യത്തിൽ you ആയിരിക്കുന്നുകൊണ്ടേയിരിക്കുമ്പോൾ will become like God. Hallelujah. നാം ദൈവത്തെ പോലെ ആകും. You will behold the nature and the character of God. നാം ദൈവത്തിൻ്റെതായിട്ടുള്ള സ്വഭാവവും ദൈവത്തിന്റെ ശക്തിയും വെളിപ്പെടുത്തുവാൻ തുടങ്ങും. Because a magnet has that power to impart. കാരണം ആ കാന്തത്തിന് പകരുവാനുള്ള ശക്തിയുണ്ട്. Hallelujah. ഹല്ലേലൂയ. Oh, I was so fascinated by I would take every metal and strike the magnet. ഓരോ പ്രാവശ്യവും ഞാൻ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അത് സംഭവിക്കുന്നത് വലിയ ആശ്ചര്യമായിരുന്നു. So, hallelujah. ഹല്ലേലൂയ. That is God's nature. അത് ദൈവത്തിന്റെ സ്വഭാവം. And God's glory ദൈവത്തിന്റെ മഹത്വം. is His very presence. Is His very presence. അത് ദൈവത്തിന്റെ സാന്നിധ്യം തന്നെയാണ്. God's manifest presence. ദൈവത്തിന്റെ വെളിപ്പെടുത്തുന്നതായിട്ടുള്ള സാന്നിധ്യം. Hallelujah. ഹല്ലേലൂയ. He is here. ദൈവം ഇവിടെ ഉണ്ട്. God is here. ദൈവം ഇവിടെ ഉണ്ട്. And He wants to reveal His presence. ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുത്തുവാൻ And God ദൈവം wants to ആഗ്രഹിക്കുന്നു. go home with you today. നാം ഇന്ന് മടങ്ങി പോകുമ്പോൾ He wants to tabernacle with us. ദൈവം നമ്മോടൊപ്പം വസിക്കുവാൻ He ആഗ്രഹിക്കുന്നു. wants to be in our homes. ദൈവത്തിന്റെ ആഗ്രഹം നമ്മോടൊപ്പം വരുവാൻ He wants to ഭവനത്തിലാകും. be in our sleep. നമ്മുടെ ഉറക്കത്തിൽ കൂടെ ആയിരിക്കാൻ. He wants to be as you walk. നാം നടക്കുമ്പോൾ കൂടെ ആയിരിക്കാൻ. Hallelujah. ഹല്ലേലൂയ. I sense something for some senior citizens today. ചില മുതിർന്ന പ്രായക്കാർക്ക് വേണ്ടി ചില കാര്യങ്ങൾ ഞാൻ You are afraid whether you will fall down. നിങ്ങൾ വീഴുമോ എന്ന് നിങ്ങൾ ചിന്തിച്ച് ഭയപ്പെടുന്നു. And therefore you are fearful walking. അതുകൊണ്ട് നിങ്ങൾ നടക്കുമ്പോൾ ഭയപ്പെടുന്നു. I want to release God's word into your life. ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ വചനം Psalm പ്രഖ്യാപിക്കുന്നു. 121. സങ്കീർത്തനം 121. Oh, He will never let you stumble, slip or fall. നിങ്ങൾ ഇടറിപ്പോകുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കുകയില്ല. Oh, hallelujah. ഹല്ലേലൂയ. Oh, verse 3 says that He will not allow your foot to be moved. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. He who keeps you will not slumber. നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല. Because the keeper of Israel, കാവൽക്കാരൻ ഉറങ്ങുന്നില്ല, ഉറക്കം തൂങ്ങുന്നില്ല. The keeper of Israel not slumbers or sleeps. Say, your keeper does not sleep nor slumber. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. Oh, hallelujah. Hallelujah. He will give you strength in your old age. കർത്താവ് നിങ്ങളുടെ പ്രായത്തിന്റെ സമയത്തിൽ നിങ്ങളെ ബലത്തോടെ നടത്തും. But don't say that, oh, ഇത് ഇങ്ങനെ ഇനി. Don't say like that. എന്നാൽ this will be like this forever. Don't confess like that. Say that I'm going to be stronger than my youth. എന്നാൽ ഞാൻ എന്റെ യുവത്വത്തിനേക്കാൾ ശക്തിയോടെ ആയിരിക്കുമെന്ന് പറഞ്ഞാണ്. You know, the New Testament promised land for us is the glory of God. നിങ്ങൾക്കറിയാമോ ഈ പുതിയ നിയമത്തിൻ്റെതായിട്ടുള്ള വാഗ്ദത്ത ദേശം is the glory of God. അത് ദൈവത്തിന്റെ മഹത്വമാണ്. God wants us to enter His glory. ദൈവത്തിൻ്റെതായിട്ടുള്ള ആഗ്രഹം ദൈവം നമ്മുടെ മഹത്വം The നൽകണമെന്നാണ്. Old Testament promised land was the promised land itself. എന്നാൽ പഴയ ഉടമ്പടിയിലെ വാഗ്ദത്ത ദേശം എന്ന് പറയുന്നത് ആ വാഗ്ദത്ത ദേശം തന്നെയാണ്. It's a land that flows with milk and honey. ആ ദേശം എന്ന് പറയുന്നത് പാലും തേനും ഒഴുകുന്ന ദേശം. But the New Testament is the glory of God. എന്നാൽ പുതിയ ഉടമ്പടിയിലെ വാഗ്ദത്തം എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ So മഹത്വമാണ്. what does God wants us as a church in 2025? അതുകൊണ്ട് 2025 സഭയാ ദൈവം നമ്മിൽ നിന്ന് എന്ത് ആഗ്രഹിക്കുന്നു? Do not fear. നിങ്ങൾ ഭയപ്പെടരുത്. Tell the person next to you, do not fear. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞാട്ടെ ഭയപ്പെടരുത്. Only believe. വിശ്വസിക്കുക മാത്രം. Second, only believe. വിശ്വസിക്കുക Say മാത്രം. you have no option, only believe. നിങ്ങൾക്ക് വിശ്വസിക്കുക മാത്രമേ ഉള്ളൂ, വേറെ ഓപ്ഷൻ ഇല്ലെന്ന് പറഞ്ഞാൽ. Third, if you believe, you will see the glory of God. മൂന്നാമതായിട്ട് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം. Hallelujah. 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 Are we ready to enter 2025? 2025 കയറുവാൻ നിങ്ങൾ ഒരുക്കമാണോ? If you believe, you will see the glory of നിങ്ങൾ God. വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം കാണും. Hallelujah. Hallelujah. Let's just close our eyes. നമ്മുടെ കണ്ണുകളെ അടച്ച് Let's just rise up. നമുക്ക് എഴുന്നേൽക്കാം. Let's enter the 2025 by worshiping this holy God. ഈ പരിശുദ്ധനായിരിക്കുന്ന ദൈവത്തെ ആരാധിച്ചുകൊണ്ട് നമുക്ക് 2025 പ്രവേശിക്കാം. Tangible in this place, Lord, you're doing something great. Awaken supernatural faith. Your glory is tangible in this place. Lord, you're doing something great. Awaken supernatural faith. Yahweh Rapha,
himself. When we seek him, he will manifest himself. Oh, when we call him, he will manifest himself. When we call him, he will manifest himself. When we seek him, he will manifest himself. Oh Lord, he will. When we worship, he will manifest himself. When we call him, he will manifest himself. When we seek him, he will manifest himself. Oh Lord, when we worship, he will manifest himself. When we call him, he will manifest himself. When we seek him, he will manifest himself. Oh, Yahweh will manifest himself. Yireh will manifest himself. Rapha will manifest himself. Manifest himself. Yahweh will manifest himself. Yireh will manifest himself. Rapha will manifest himself. Manifest himself. Yahweh, Yahweh will manifest himself. Yireh will manifest himself. Rapha will manifest himself. Manifest himself. God. Happy New Year, WICC! WICC. Come on, wish somebody, wish 2 people or 3 people or 4 people. Happy New Year 2025. ഇപ്പുറത്തുള്ള ആൾക്കാരുടെ പുതുവത്സരാശംസകൾ പറഞ്ഞാണ്. Happy New Year.
tell the person next to you, only believe. അടുത്തിരിക്കുന്ന ആള് പറഞ്ഞാട്ടെ, വിശ്വസിക്കുക മാത്രം ചെയ്യുക. Only believe. Hallelujah. Praise God. God is faithful. ദൈവം വിശ്വസ്തനാകും. God is faithful. ദൈവം വിശ്വസ്തനാകും. We have crossed over. We have crossed over. നാം പുതുവർഷത്തിലേക്ക് കയറിയിരിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. Wow. Not only as we enter, as we entered with worship, നാം ആരാധനയോടുകൂടെ കയറി. we are going to enter we are going to start 2025 with the communion. നാം കർത്തൃമേശയോടുകൂടെ 2025 നമുക്ക് ആരംഭിക്കാം. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. We will see the glory of God. നാം ദൈവത്തിന്റെ മഹത്വം കാണും. Hallelujah. ഹല്ലേലൂയ.